ഓക്കെ. അപ്പോ നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കവിത ഞാൻ ആദ്യം ചൊല്ലിത്തരട്ടെ. ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാണ്. ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ ഒരു നിലാവാണ്. മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാണ്. മനസ്സ് ആകാശക്കുടയാണ്, നക്ഷത്രങ്ങൾ നമുക്ക് മേൽ പ്രകാശം ചെയ്യുന്നു. ഇത് ഒന്നുമല്ല, പറഞ്ഞു വരുന്നത് നാം അനുഭവിക്കുന്ന ഒരു തണലിലേക്ക് ഒരാളെ കൂടി ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ, അല്ലെ, ഒരാൾക്ക് കൂടി ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സംഗീതം, ഒരു ആസ്വാദനം, മനസ്സുഖം, ഒരു ആത്മശാന്തി ഒക്കെ പരസ്പരം അനുഭവപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതല്ലേ, ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ ഒരു നിലാവാകും. നമ്മൾ നിൽക്കുന്ന തണലത്തേക്ക് ആ വെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ചേർത്ത് നിർത്തിയാൽ നമ്മൾ അനുഭവിക്കുന്ന തണലിലേക്ക്, മനസ്സുഖങ്ങളിലേക്ക്, മനഃശാന്തിയിലേക്ക് ഒരാളെ കൂടി ചേർത്ത് നിർത്തിയാൽ ആ വെയിൽ ഒരു തണലായി, ഒരു നിലാവായി അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോ മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാണ്. അപ്പോ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്നുള്ളത് സ്വാർത്ഥത കടന്നുകൂടി എന്നുള്ളതാണ്. ഞാൻ എന്നതാണ് ഏറ്റവും വലിയത്. ഞാൻ, എനിക്ക്, എന്നെ, എന്റെ, ഇതിലായി നമ്മുടെ സംഭാഷണങ്ങൾ. പലപ്പോഴും എന്നെ ക്ഷണിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നോട് മിണ്ടിയില്ല, എന്നെ നോക്കി ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിണങ്ങാനൊരു കാരണം തേടുകയാണ്, പിണങ്ങാനൊരു കാരണം തേടുന്നു, അല്ലെ? ആദ്യം ഫോട്ടോ എടുക്കാൻ എന്നെയായിരുന്നു വിളിക്കേണ്ടത്, പകരം നീ മറ്റാളിയനെ വിളിച്ചല്ലോ, അതുകൊണ്ട് ഇനി നമ്മുടെ കുടുംബബന്ധം ഇതിനാൽ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു കൗൺസിലിംഗ് അനുഭവമാണ് ഞാൻ പറയുന്നത്. ആദ്യം ഫോട്ടോ എടുക്കാൻ നീ എന്നെയായിരുന്നു വിളിക്കേണ്ടത്, നീ എന്നെ വിളിക്കുന്നതിന് പകരം മറ്റേയാളെ വിളിച്ചില്ലേ? നീ നിക്കാഹ് പറയാൻ വന്നിരിക്കുകയാണോ? ആഹാ, കല്യാണ ആലോചന വന്നാൽ നീ ആദ്യം കൂടി ആലോചിക്കേണ്ടത് എന്നോടായിരുന്നില്ലേ? ആ എന്നെ നീ എന്തിനൊഴിവാക്കി? അപ്പൊ ഞാനാണ് എല്ലാം, ഞാൻ മാത്രമാണ് ശരിയെന്നിടത്തേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു. ആ സമൂഹത്തിന്റെ ഒരു പൊളിച്ചെഴുത്താണ് നിങ്ങളിലൂടെ, നമ്മളിലൂടെ നമുക്കൊന്ന് ചേർന്ന് ചെയ്യാനുള്ളത്. ഇരിക്കുന്ന ആളുകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൗൺസിലർ ആകുക എന്നത് ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നമ്മളിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കുക. നാം ധാരാളം മനുഷ്യരെ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്, ധാരാളം മനുഷ്യരെ. പക്ഷെ മനുഷ്യത്വമുള്ളവരെ ചിലർ മാത്രമേ നാം കാണാറുള്ളൂ. മനസ്സിലാണുണ്ടോ? ധാരാളം ആളുകളെ നാം കണ്ടുമുട്ടുന്നുണ്ട്, പക്ഷെ മനുഷ്യത്വം എല്ലാവരിലും ഉണ്ടാകുന്നില്ല. നാം കാണുന്ന എല്ലാ മനുഷ്യരിലും മനുഷ്യത്വം ഉണ്ടാകണമെന്നില്ല. അപ്പൊ മനുഷ്യത്വമുള്ള ഒരു സമൂഹ സൃഷ്ടിപ്പിന്, മനുഷ്യത്വത്തെ കൈമാറുന്ന, സ്നേഹത്തെ കൈമാറുന്ന, സ്നേഹം പങ്കുവെക്കുന്ന, കൂട്ടിച്ചേരലുകളുള്ള, ഒത്തുചേരലുകളുള്ള ഒരു നല്ല സമൂഹ സൃഷ്ടിപ്പാണ് നാം എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, അല്ലാത്ത ഒരാൾ ഈ കോഴ്സിന് വരില്ല. ഇത്തരം കോഴ്സിന് വരുന്ന കുട്ടികളെല്ലാവരും സമൂഹത്തിലൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉയർന്ന കാഴ്ചപ്പാടുള്ളവരായിരിക്കും. അപ്പോ എനിക്ക് ചിലരെങ്കിലും ഫോണിലൂടെ ഒക്കെ പരിചയമുണ്ട്. നേരിട്ട് കണ്ടവരായിട്ട് ഇതിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മന്യയാണ്. മന്യയെ ഞാൻ കഴിഞ്ഞ ആഴ്ച യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നേരിട്ട് കണ്ടിരുന്നു. വേറെ ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ചില ആളുകളെ എനിക്ക് പല അർത്ഥങ്ങളിൽ പരിചയമുള്ളവരുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്നുകൂടി ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോ കൗൺസിലിംഗ് എന്ന് പറയുന്ന മേഖല നമ്മൾ തെരഞ്ഞെടുത്തു. എന്തിനാണ് നമ്മൾ കൗൺസിലിംഗ് തെരഞ്ഞെടുത്തത്? ആർക്കെങ്കിലും ഒരു 2-3 ആളുകൾക്ക് മറുപടി പറയാം. സെലിം സേട്ടൻ, നിങ്ങൾ എന്തിനാണ് കോഴ്സ് പഠിക്കുന്നത്? അബ്ദുൽ ലത്തീഫ് സാർ. ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് എന്നെ കുറിച്ച് അറിയാനും എന്റെ വിദ്യാർത്ഥികളെ അറിയാനും വേണ്ടിയാണ്. വെരി ഗുഡ് ആൻസർ. സെലിം സേട്ടൻ. ഞാനും ഒന്ന് എന്നെ കുറിച്ച് അറിയുക, രണ്ടാമത്തേത് നമ്മുടെ മക്കളെ പിന്നെ വളർത്തിക്കൊണ്ടുവരികയാണല്ലോ, അപ്പൊ നല്ലൊരു അച്ഛനാകാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ റംല മാഡം പറയൂ, കേൾക്കട്ടെ. നിങ്ങൾക്ക് കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാട്ടോ, നിങ്ങൾ ആരാണ് എന്നൊരു ചെറിയ പരിചയപ്പെടുത്തും. ഞാൻ റംല,
റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറാണ് ഇൻഡസ്ട്രിയൽ ട്രേഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. പിന്നെ ഞാൻ ഈ കോഴ്സിൽ ചേരാൻ ഉദ്ദേശിച്ചത് ഒന്ന്, എനിക്ക് എന്നിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അതോടൊപ്പം ആ പോരായ്മകൾ കൂടി പരിഹരിച്ച് നമുക്ക് മുന്നിൽ വരുന്ന വിവിധ പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാന് ഈ കോഴ്സിൽ വന്നിട്ടുള്ളത് 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. ഒന്ന് സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ഞാൻ TTC കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻഷാല്ല ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളോട് എങ്ങനെ ഇടപഴകണമെന്ന് ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടിയിട്ട്. മൂന്നാമത് നമ്മളെ അടുത്തേക്ക് ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരുമ്പം എങ്ങനെ അതിനെ പരിഹരിക്കണം എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ സർ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹ്യ പ്രതിബദ്ധതയാണ് മെയിനായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഉള്ള ഇൻസ്പിറേഷൻ. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്, അത് ധാരാളം കിട്ടുന്നുണ്ട്, അവിടെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ വെരി ഗുഡ് ആൻസർ. അപ്പൊ ഞാൻ നിങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒന്ന്, എന്നിലൊരു മാറ്റം ഉണ്ടാക്കണം. 2, ആ മാറ്റം സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. വെരി ഗുഡ്. അപ്പോ ഈ സ്വാർത്ഥതയുടെ കാലത്ത്, സ്വാർത്ഥത എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം, അതിലെൻ മനം കുന്തിലമാടണം, അവരന്റെ മനം അതിൽ മടുത്തിടണം. ഇങ്ങനെയാണ് ഇപ്പൊ ആളുകളുടെ ചിന്ത. എന്തു വന്നാലും കുഴപ്പമില്ല, എനിക്ക് സുഖം കിട്ടണം, എന്റെ സന്തോഷം കിട്ടണം, മറ്റുള്ളവൻ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യം. ഒന്നുണ്ടേ ഒരു മിനിറ്റ്. ഞാനൊരു ക്ലാസ്സിലാണ് എന്ത് കാര്യം പറഞ്ഞോ? എന്താ? അതെ അതെ, അർജന്റാണോ? ശരി ശരി, ഞാൻ വിളിക്കാം. അതെ, ഈ വിളിച്ച ഒരാള് പെട്ടെന്ന് തളർന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തപ്പോ വീണ്ടും വിളിക്കണ്ടപ്പോ എന്തോ അർജന്റ് ആയിരിക്കും കരുതിയെടുത്തത്. തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോ എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം എനിക്ക് ആസ്വദിക്കണം. മറ്റുള്ളവരെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമേ ഉള്ള കാര്യമില്ല. ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ, ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. അത് നിങ്ങളുടെ റേഞ്ച് പോകുന്നതുകൊണ്ടായിരിക്കും. നല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്ന ആളുകളായിരിക്കും നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ആ ചുറ്റിലുള്ള ആളുകളെ കാണുകയും ഇടപഴകുകയും അവരിൽ നിന്ന് മനസ്സിലാക്കുകയും പഠിച്ചെടുക്കുകയും ആ പഠിച്ചെടുത്ത അറിവുകൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോ ഇനി എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് ആണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നും എന്തിനെയാണോ സ്നേഹിക്കേണ്ടത് അതിനെ ഉപയോഗിക്കുകയും എന്തിനെയാണോ ഉപയോഗിക്കേണ്ടത് അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്തിനെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് അവകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഏതൊന്നിനെയാണോ സ്നേഹിക്കേണ്ടത് അവകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, നാം ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലായിരിക്കും. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനൊപ്പം ആയിരിക്കും. അപ്പോൾ നാം ഏറ്റവും അടുത്തിരിക്കേണ്ടത് സാന്നിധ്യം നൽകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലായിരിക്കും.
എന്നാൽ നമ്മൾ സാന്നിധ്യം നൽകേണ്ട ഒരാള് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാവും, അയാൾക്ക് നമുക്കത് കൊടുക്കാൻ പോകുന്നില്ല, കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു സാന്നിധ്യം, സ്നേഹിക്കുന്ന ആൾക്കൊരു സാന്നിധ്യം. അപ്പൊ പകരം നമ്മുടെ ആവശ്യങ്ങൾക്ക് മനുഷ്യരെ ഉപയോഗപ്പെടുത്തുന്നു. പണ്ട് എങ്ങനെയായിരുന്നില്ല, ടി വി, കമ്പ്യൂട്ടർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കേണ്ടവർ ഉപയോഗപ്പെടുത്തുകയും പരസ്പരം ഉപയോഗപ്പെടുത്തേണ്ടതിനെ സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അത് നാം ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള തടസ്സങ്ങളായി മാറുന്നു. മനുഷ്യന് എന്താ പറയാ, ഭയങ്കര സ്നേഹത്തിൽ അടുപ്പത്തിലൊക്കെ നിന്നുകൂടാൻ നമുക്ക് എന്ത് വേണം? ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, മനുഷ്യരായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലഹരി. നമ്മളോടൊപ്പം ഉള്ളവരായിരിക്കണം നമ്മുടെ ലഹരി. അതിൽ ഒരു ആനന്ദം കണ്ടെത്താൻ, അവർക്ക് വേണ്ടി പണിയെടുക്കാൻ ഒക്കെ നമുക്ക് കഴിയണം. കൗൺസിലിംഗ് പഠിച്ചു വരുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ വരേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വെക്കുന്നത്. ആദ്യ ദിവസമായതുകൊണ്ട് കൂടുതൽ ഡെപ്തിലേക്ക് പോകാതെ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പരിചയപ്പെടുത്തലും കൂടെ ഇതിന് കൂടെ നടക്കും. ഇതിന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാനൊരു യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തരും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും തൊട്ടടുത്ത ദിവസം അല്ലെങ്കിലും 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ക്ലാസ് അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ക്ലാസ് കിട്ടാത്തവര് അതിൽ കയറി അത് കാണുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കുറെ ഡോക്ടർമാരുണ്ട്, കുറെ അധ്യാപകരുണ്ട്, കുടുംബിനികളുണ്ട്, നല്ല സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, കവികളുണ്ട്, കവിയത്രികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വിവിധ ഒരു കൂട്ടായ്മയാണ്. റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമുക്ക് ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്പരം ഉപയോഗപ്പെടുത്താൻ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ പരസ്പരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നുകൂടി ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമുക്ക് കൗൺസിലിംഗ് എന്ന മേഖലയിലേക്ക് കടക്കാം. എന്താണ് സത്യത്തിൽ കൗൺസിലിംഗ്? കൗൺസിലിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ടോക്കിംഗ് തെറാപ്പി. സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു സംഭാഷണ തെറാപ്പിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ അതിനൊരു ഒറ്റ വാക്കിൽ അർത്ഥം ഉപദേശം നൽകുക എന്നൊക്കെയാണ്. ഉപദേശിക്കുക, ഉപദേശം നൽകുക, മാർഗനിർദ്ദേശം നൽകുക. എന്നാൽ ഇതൊന്നുമല്ല കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗിന്റെ വാക്യാർത്ഥം എടുത്തല്ല കൗൺസിലിംഗിനെ പഠിക്കേണ്ടത്. കൗൺസിലിംഗ് ശരിക്കും ഒരു മാനസികമായ ഒരു ഉൾക്കരുത്ത് പകർന്നു നൽകലാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗിന് ഒരു ഒറ്റ അർത്ഥത്തിൽ, ഒറ്റ വാക്കിൽ ഒരു അർത്ഥം, ഒരു നിർവചനം നൽകാൻ എളുപ്പമുള്ള കാര്യമില്ല. കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ കൗൺസിലിംഗ് ഈസ് എ പ്രോസസ് ആൻഡ് ആസ് വെൽ ആസ് എ റിലേഷൻഷിപ്പ്. അത് രണ്ടും കൂടി നമ്മൾ പഠിക്കണം. ദിസ് ഇസ് എ പ്രോസസ് ആസ് വെൽ ആസ് എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾക്കിടയിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പലരും ചിന്തിച്ചു വെക്കുന്ന ഒരു അഡ്വൈസ് ഗിവിംഗ് ആണ്, അല്ലെങ്കിൽ ചില നമ്മളൊരു മാർഗം നൽകലാണ്, ഡയറക്ഷൻ നൽകലാണ്. എന്നാൽ അതൊന്നുമല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗിന്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയും, ഒന്നുകൂടി പറയാണ്, പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ട പരിശീലനവും അനുഭവവുമുള്ള, രണ്ട് കാര്യങ്ങൾ പറയുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ട പരിശീലനവും അനുഭവവുമുള്ള ഒരു വ്യക്തിയും തമ്മിൽ നടക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് ഒരു അർത്ഥത്തിൽ കൗൺസിലിംഗ് എന്നുള്ളത്. അപ്പൊ ഒരാൾക്ക് സ്വയം പരിഹാരം കാണാൻ കഴിയാതെ പ്രശ്നങ്ങൾ കൊണ്ട് ഉലയുന്ന ഒരാള് മറ്റൊരാൾക്ക് അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്തത്, അറിവിലൂടെ നേടിയെടുത്തത് ഒക്കെയുള്ള അനുഭവവും കഴിവും പ്രാപ്തിയുമുള്ള ഒരാള്, ഇവ രണ്ടുപേർ തമ്മിലിടയിൽ നടക്കുന്ന ഒരു സംഭാഷണം. ആ സംഭാഷണത്തിലൂടെ ആരാണോ ഒരാൾ പ്രശ്നം കൊണ്ടുവരുന്നത് അയാൾക്ക് സ്വയം പരിഹാരം കാണുന്നത് വരെ അയാളെ സഹായിക്കലാണ്. അയാൾ അതിനുവേണ്ട സ്വയം പരിഹാരം കണ്ടെത്തുന്നത് വരെ നമ്മുടെ സംഭാഷണങ്ങൾ, ഇടപെടലുകൾ നീട്ടിക്കൊണ്ടുപോകലാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്.
ശരി, ഞാനൊരു ക്ലാസ്സിലാണ്. എന്താ കാര്യം പറഞ്ഞോളൂ. വെച്ചോളൂ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചോളാം കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. അപ്പൊ കൗൺസിലിംഗില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടി പറയാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. അപ്പോ എന്താണ് ദ എയിം ഓഫ് ദി കൗൺസിലർ ഈസ് യൂഷ്വലി അസിസ്റ്റ് ദ പേഴ്സൺ in realizing a change in behavior or attitude or to seek achievement of goals. അയാളുടെ ചിന്തയില്, അയാളുടെ ആറ്റിറ്റ്യൂഡ്സില്, അയാളുടെ ഇപ്പൊ അനുഭവിക്കുന്ന ഫീലിങ്സിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ നാം എന്താ പറയാ, നമ്മുടെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ച് ലീഡ് ചെയ്യുന്ന ഒരു ടോക്കിംഗ് തെറാപ്പിയാണ് കൗൺസിലിംഗ് എന്നുള്ളത്. അപ്പൊ മന്യക്ക് ഒരു പ്രശ്നമുണ്ട്. മന്യ ആകെ പ്രശ്നത്തിലാണ്, എന്ത് ചെയ്യുന്ന അറിയില്ല. ഷീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് ഡിസിഷൻ ബൈ ഹെർസെൽഫ്. ഒറ്റക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ മന്യ എന്നോട് ഇങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ ഞാൻ മന്യയുടെ പ്രശ്നം എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും അതിന് പരിഹാരം മന്യ കണ്ടെത്തുന്നത് വരെ ഈ സംഭാഷണത്തെ ലീഡ് ചെയ്യുക, അതിനാവശ്യമായ ചില പൊടിക്കൈകൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് എക്സാക്ട്ലി വാട്ട് വി സേ കൗൺസിലിംഗ്. അല്ലാതെ വന്നിരുന്നപ്പോ മന്യ എന്താ അതിന്റെ പ്രശ്നം കേൾക്കട്ടെ, ഇതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പോകില്ല, എനിക്ക് ഭ്രാന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വന്ന ആളെ അതിന് രണ്ടിരട്ടി പ്രശ്നം കൊടുത്ത് തിരിച്ചു വിടലല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ കൗൺസിലിംഗിൽ തന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും കൗൺസിലിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്താന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ കയറിയതാണല്ലോ. ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ കൗൺസിലിംഗിലെ ഏറ്റവും രസകരമായ കുറെ സംഭവങ്ങളുണ്ട്. കൗൺസിലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറയാ, ഒരു ടോക്കിംഗ് തെറാപ്പിയാണ്. അപ്പൊ ഈ ടോക്കിംഗ് തെറാപ്പി ആയതുകൊണ്ട് തന്നെ കൗൺസിലിംഗിൽ ഏറ്റവും ഒരു റിസൾട്ട് തരുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസ് ആണ്. നമ്മളെ കാണുമ്പോ തന്നെ ക്ലയന്റിന് ദേഷ്യം വരാൻ പാടില്ല. നമ്മളൊരു ജാതി മുഖമൊക്കെ വീർപ്പിച്ച് കണ്ണൊക്കെ തുറിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക, ക്ലയന്റ് വരുമ്പോ ക്ലയന്റിനെ പേടിപ്പിക്കുന്ന രീതിയിലാവരുത് നമ്മുടെ ഇടപെടൽ. നമ്മളെ കാണുമ്പോ തന്നെ ഒരു ആശ്വാസം തോന്നണം. ഇത് നമ്മള് കൗൺസിലിങ്ങിന് ആളോട് വരാൻ പറഞ്ഞു, എത്ര മണിക്കാണ്? 8 മണിക്ക് കൗൺസിലിംഗ്. 8 മണിക്ക് എത്തിക്കോളൂ കേട്ടോ. എന്നിട്ട് 7:55 നമ്മള് തൊടിയില് അല്ലെങ്കിൽ പറമ്പില് പണിയൊക്കെ എടുത്ത് വയർത്ത് കുളിച്ച് എന്താ പറയാനുണ്ട്, എന്താ എന്റെ പ്രശ്നം, ഇപ്പൊ ശരിയാക്കി തരാം മൊയ്തീനെ, 14 സ്പാനർ ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞ ആ ആറ്റിറ്റ്യൂഡ് അല്ല എക്സാക്ട്ലി കൗൺസിലിംഗ്. പലപ്പോഴും ആളുകൾ അങ്ങനെയൊക്കെയാണ് കരുതിയിട്ടുള്ളത്. ഇനി പല ആളുകളുടെയും വിചാരണം എന്താണെന്നറിയോ? പല ആളുകൾ വിചാരിക്കുന്നത് പണ്ട് വന്നത് ഇപ്പൊ ഇങ്ങോട്ട് നീക്കി കൊടുക്കും, ഞാൻ ആരാ മോൻ എന്നൊരു ആറ്റിറ്റ്യൂഡ് കൗൺസിലർക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളൂ, ആരുടെയും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല കേട്ടോ. അത് അവരിൽ തന്നെ ഉണ്ട്. അവരിൽ തന്നെയുള്ള സൊല്യൂഷൻസിനെ കണ്ടെത്തും വരെ അവരെ സഹായിക്കലാണ് നമ്മുടെ പരിപാടി. അപ്പൊ കൗൺസിലിംഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൗൺസിലിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൗൺസിലിംഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. The extreme important is its privacy. റിസാന എൻ്റെ അടുത്ത് കൗൺസിലിംഗിന് വന്നു. കൗൺസിലിംഗിന് വന്നിട്ട് റിസാന വരുന്നത് ഞാൻ ബോർഡ് എഴുതി വെക്കണം. ഇന്ന് റിസാന കൗൺസിലിംഗിന് വരുന്നുണ്ട്, പുറത്ത് ബോർഡ് വെച്ച്. She loses the privacy. മനസ്സിലാവുണ്ടോ? അതാണ് സെറ്റിംഗ്സിലെ ഏറ്റവും പ്രധാനം. സെറ്റിംഗ്സ് ഡസ് നോട്ട് മീൻ ലാർജ് എക്സ്പെൻസീവ്ലി റൂം എന്ന അർത്ഥമല്ല. പലരും ചിന്തിക്കുന്ന ലാർജ് എക്സ്പെൻസീവ്ലി ഫർണിഷ്ഡ് റൂമാണ് ഒരു കൗൺസിലിംഗ് സെറ്റിംഗ്സ് എന്നുള്ളതാണ്. കൗൺസിലിംഗ് സെറ്റിംഗ്സ് ഈസ് വെരി എക്സ്ട്രീം ഇമ്പോർട്ടൻസ്, ബട്ട് ദ എക്സ്ട്രീം ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ്സ് പ്രൈവസി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്
constant ringing of telephone, she or he lose the privacy. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാണ്, നമ്മൾ ഇടയ്ക്ക് വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ കുത്തലും തോണ്ടലാണല്ലോ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രീതി. പണ്ടൊക്കെ രണ്ടുപേർ തമ്മിൽ ബീച്ചിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പാർക്കിലേക്കൊക്കെ പോകുന്നത് പരസ്പരം സ്നേഹിക്കാനും ഒട്ടിരുമിയിരിക്കാനൊക്കെയാണ്. ഇന്ന് രണ്ടുപേർ തമ്മിൽ പരസ്പരം പോയിരിക്കുന്നതും അപ്പോഴും മൊബൈൽ ഫോണിൽ കുത്തിയിരിക്കാനാണ്. ഞാൻ കാണാറുണ്ട്, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാർക്കിലും ബീച്ചിലൊക്കെ പോകും. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കപ്പിൾസ് വരും, രണ്ടുപേരും ഇങ്ങനെ കുത്തിയിരിക്കുന്നതാണ് മൊബൈൽ ഫോണിൽ. അവര് പരസ്പരം സംസാരിക്കുന്ന പോലില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, ഏതൊന്നിനെയാണോ സ്നേഹിക്കേണ്ടത് അതിനെ ഉപയോഗപ്പെടുത്തുകയും ഏതൊന്നിനെയാണോ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനെ കൂടുതലായി സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതില് എന്താ പറയാ, ഇപ്പോ ഇതില് പ്രൈവസിയിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാപ്പോ, RAPPORT, റാപ്പോർട്ട് എന്നാണ് പറയാ. റാപ്പോ ബിൽഡിംഗ് കൗൺസിലിംഗ് പ്രോസസ്സിൽ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ റാപ്പോ ബിൽഡിംഗ് ആണ്. ഒന്നാമത്തെ പരിപാടി റാപ്പോ. റാപ്പോ മീൻസ് എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് എ ക്ലയന്റ്. വരുന്ന ക്ലയന്റിനോട് ഒരു ബന്ധം സ്ഥാപിക്കണം. അവിടെ നമ്മൾ വിജയിച്ചാൽ കൗൺസിലിംഗ് വിജയിച്ചു. അവിടെ നമ്മൾ പരാജയപ്പെട്ട കൗൺസിലിംഗ് സക്സസ്ഫുൾ ആവില്ല. കാരണം ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് 100 ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചിട്ട് വരെ. ഒന്ന്, വെദർ ദിസ് പേഴ്സൺ ഈസ്, ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ, ഇയാളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇയാള് നാട്ടില് ഇപ്പൊ രാജ്യാനോട് വന്ന് പറയുമ്പോ ഓളെ നാട്ടിലെങ്ങും പാട്ടായി റേഡിയോ മാങ്കോ, ഈ ഒരു അവസ്ഥ ഒന്നും വരാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെടുത്ത് വരുന്ന സാധനത്തെ ഇവിടെ തന്നെ സൂക്ഷിക്കാൻ കഴിയണം, നമ്മുടെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയണം. അതിന് സൂക്ഷ്മത ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. പല ആളുകളും പല പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങള് ഒരു സിനിമയില് നമ്മുടെ ഇന്നസെന്റ് മലമുകളിൽ ഓടിക്കയറിട്ട് പറയുന്നില്ലേ, അവന്റെ കൂടെ താമസിക്കുന്നതേ പെണ്ണല്ല, അല്ല ആണല്ല, പെണ്ണ എന്ന് പറയണില്ലേ. രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല. ഇന്നസെന്റിന് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ല. രസതന്ത്രം എന്ന സിനിമയിൽ ഇന്നസെന്റ് രാത്രിയിൽ മലമുകളിൽ ഓടിക്കയറിയിട്ട് പറയുന്നുണ്ട്, മോഹൻലാലിന്റെ കൂടെ താമസിക്കുന്ന മീര ജാസ്മിൻ അത് ആണല്ല പെണ്ണാണെന്ന്. അപ്പൊ അവിടെ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു, അവര് പിടിക്കും. നിങ്ങൾ എന്താ പറഞ്ഞേ, ഞാനെന്താ പറഞ്ഞേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തും. അപ്പോ റാപ്പോ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കൗൺസിലിംഗിൽ ഉണ്ടാകേണ്ട തുറന്നു പറയാൻ, നമ്മളോട് ഇടപഴകാൻ, നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒക്കെ നാം കൊള്ളുന്ന ഒരാളാണെന്ന് അയാൾക്ക് തോന്നണമെങ്കിൽ നമ്മുടെ റാപ്പോ ബിൽഡിംഗ് സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് പറ്റും. വാട്ട് ഈസ് ഇറ്റ് കോൾഡ് റാപ്പോ ബിൽഡിംഗ്? വാട്ട് ഈസ് റാപ്പോ? RAPPORT. കൗൺസിലിംഗിലെ ഏറ്റവും പ്രധാന സ്റ്റെപ്പിൽ ഒന്നാണ് റാപ്പോ ബിൽഡിംഗ്. നല്ല റാപ്പോ ബിൽഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യുക? അറിയോ എങ്ങനെയാണ് റാപ്പോ ബിൽഡ് ചെയ്യുക? ഞാനൊരു കാര്യം പറയട്ടെ സർ. പറഞ്ഞോളൂ. ഞാൻ ഈ കൗൺസിലിങ്ങിനൊക്കെ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഇതിനോടുള്ള ഇഷ്ടം തന്നെയാണ്. അപ്പൊ കുറെ മുമ്പ് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോ പെട്ടെന്ന് കുറെ വിഷമങ്ങൾ ഉണ്ടായി. ഒക്കെ ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞതാണ്, ഇതിപ്പോ തുറന്ന് പറയാൻ ഏറ്റവും നല്ലത് ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കുകയാണെന്ന്. കാരണം ഓരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമല്ലോ അത് മുതൽ അവസാനം വരെ. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത്, പിന്നെ ആരും അറിയൂല, ആ ഡോക്ടറും ഒരു മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അപ്പൊ ആ ഒരു, പക്ഷെ ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ പറയാൻ പറ്റിയ ഒരു ആളില്ല, കൗൺസിലേഴ്സ് ഒന്നും ഇല്ല അങ്ങോട്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു അതൊക്കെ സത്യമാണ്. ഞാനെന്നെ അത്ഭുതപ്പെട്ടെന്ന് ചിന്തിക്കാറുണ്ട്. ചിലര് നിലമ്പൂർന്ന് വിളിക്കാറുണ്ട്, ചിലര് എന്താ പറയാ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കാറുണ്ട്. ഞാൻ പറയും, എന്തിനാ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് വരുന്നത്? ഭൂമിയിൽ ഞാൻ മാത്രമൊന്നല്ല കൗൺസിലിംഗ്, എന്നേക്കാൾ കഴിവുള്ള അറിയപ്പെടുന്ന ഒരുപാട് പ്രാപ്തിയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നേ. ഞാൻ വെറും ശിശുവാണ്. നിങ്ങളൊരു പണി, ഞാൻ അവിടെയെങ്കിലും ആരെങ്കിലും ഒരാളെ നമ്പർ തപ്പിപ്പിടിച്ചു തരാം. അത് പറ്റില്ല, അത് സാറിനെ തന്നെ കണ്ണുനോക്കി വരാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എത്ര സാധ്യതയുണ്ടെന്ന്, എത്ര വലിയ സാധ്യതയാണുള്ളത്, എത്ര ഉയർന്ന സാധ്യത.
ഒരു 55 വയസ്സുള്ള ആളുകൾ വരെ പറയുന്നുണ്ട്, തീരെ ഒരു വിദ്യാഭ്യാസം ഒന്നും ഇല്ല വിചാരിച്ചോളെ. അപ്പൊ അങ്ങനത്തെ അമ്മമാര് വരെ പറയുന്നുണ്ട് ആ കുട്ടീനെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത് നല്ലതാണ്. എന്താ എവിടെ കൊണ്ടോണ്ടിയെന്നൊന്നും ആർക്കും അറിയില്ല, പക്ഷെ ഇതറിയാം ഒരു കൗൺസിലറെ കൊണ്ട് കഴിയുമെന്ന്. ഓക്കെ. അപ്പോ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത്രയേറെ സാധ്യത. അപ്പൊ കൗൺസിലിംഗിലെ ഒന്നാമത്തെ പരിപാടിയാണ് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ റാപ്പോ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. റാപ്പോ എന്ന് പറയുന്ന ഒന്നുമില്ല, ഈ വരുന്ന ആളായിട്ട് നമ്മൾ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഒരു വി ആർ ഗോയിങ് ടു ബിൽഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് വേർ ദ ക്ലയന്റ് ഫീൽസ് മച്ച് മോർ കംഫർട്ട്. അയാൾക്ക് നമ്മളിൽ ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് വർത്തിനെസ്, നമ്മളൊരു ട്രസ്റ്റ് വർത്തിയാണ്, അല്ലെങ്കിൽ ഇതൊരു നല്ല ഇടമാണ്, ഇവിടെ രഹസ്യങ്ങൾ ചോരില്ല, ഇയാൾ ഓക്കെയാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഇടപെടാൻ നമുക്ക് പറ്റുന്ന ഒരു തരത്തിലുള്ള രീതിയാണ് അതിലാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എങ്ങനെയാ കൗൺസിലിങ്ങിനെ ആരംഭിക്കുക? അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ചില രീതികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ കയറിയിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം കേൾക്കട്ടെ. അപ്പൊ പ്രശ്ന പരിഹാരമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രശ്ന പരിഹാരമല്ല, പ്രശ്നം പരിഹരിക്കാൻ അയാളെ പ്രാപ്തനാക്കലാണ് നമ്മുടെ പരിപാടി. പ്രശ്നം പരിഹരിച്ചു കൊടുക്കലല്ല നമ്മുടെ പരിപാടി. അപ്പോ റാപ്പോ ബിൽഡിങ്ങിന് ഇപ്പൊ നമ്മുടെ സുഫീദ വരെയാണ് ഇന്ന് കൗൺസിലിംഗ്. സുഫീദ വന്നു, കൗൺസിലിങ്ങിന് വന്നു. കൗൺസിലിങ്ങിന് കയറി വരുമ്പോ തന്നെ ഞാൻ സുഫീദനെ മുൻ പരിചയമില്ല, അല്ലെങ്കിൽ ചില ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കയറി വരുമ്പോ ഞാൻ എന്താ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ മിക്ക സമയങ്ങളിലും ഞാൻ ഇരിക്കുന്ന ചെയറിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് വെൽക്കം ചെയ്യും. വരൂ വരൂ സുഫീദ, ഗുഡ് മോർണിംഗ്, ടേക്ക് യുവർ സീറ്റ്, ടേക്ക് യുവർ സീറ്റ്, വരൂ വരൂ, ടേക്ക് യുവർ സീറ്റ്. പേരറിയില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, ഇപ്പൊ ഓപ്പോസിറ്റ് സെക്സിലൊക്കെ ഉള്ളവരാണ് വരുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നമസ്കാരം നമസ്കാരം, ടേക്ക് യുവർ സീറ്റ്, ഗുഡ് മോർണിംഗ്, ഹലോ, നല്ല വാം വെൽക്കമിങ്, ചിരിച്ചിട്ട്. ഒരു ജാതി കണ്ണുരുട്ടി നോക്കുന്ന ചിരി, കണ്ണിങ്ങനെ ഉരുട്ടി ആകെ കണ്ണു അങ്ങനെയുള്ള പരിപാടിയില്ല. വളരെ കാമൻ ക്വൈറ്റ് ആയിട്ട് വളരെ സ്നേഹത്തിൽ വരൂ, ഇരിക്കൂ ഇരിക്കൂ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടിയോ സ്ഥലം കണ്ടെത്താൻ? വെറുതെ സംഭാഷണം ആരംഭിക്കുകയാണ്. ബുദ്ധിമുട്ടിയോ? ഇല്ല സാർ, അത്ര ബുദ്ധിമുട്ടില്ല, റൂട്ട് മാപ്പ് നോക്കിയപ്പോ അല്ലെ, ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ വളരെ എളുപ്പത്തിലെത്തി. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതല്ല, നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ചൂടോട് കൂടിയിട്ടാണ് അയാൾ വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയാം, അയാൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള അവസരം കിട്ടണം. അപ്പൊ നമ്മൾ വെറുതെ പറയോ, പുറത്ത് ഭയങ്കര ചൂടല്ലേ, എന്താ ചെയ്യേ, കാലാവസ്ഥ ഇങ്ങനെ ആയാലും രക്ഷയില്ല, അത്ര ചൂടാ, വെള്ളം നന്നായി കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കണം, വെറുതെ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ക്ലയന്റിന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ തുറന്നു കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ചോദിക്കാം, പരിചയപ്പെടാം, എന്താ പേര്? അപ്പോ പേര് പറഞ്ഞു, പേര് സെമീറ, സ്ഥലം എവിടെയാണ്? അത് കൊണ്ടോട്ടിക്കടുത്ത്. സെമീറ മാഡം കേൾക്കുന്നുണ്ടോ? എവിടെയാണ് സെമീറ മാഡത്തിന്റെ സ്ഥലം? ഹലോ, പറഞ്ഞോളൂ. കുറ്റിച്ചലാണ്. എവിടെയാണ്? ട്രിവാൻഡ്രം കുറ്റിച്ചലാണ്. അപ്പൊ ട്രിവാൻഡ്രത്താണ് വരുന്നത്. അപ്പോ സെമീറ എവിടെയാണ്? കുറ്റിച്ചിലാണ്. ഓ, കുറ്റിച്ചിൽ എവിടെയാണ്? അത് ഇന്ന ഭാഗത്ത്. ആഹാ, അവിടെ ഒരു ഷെരീഫ് സാറിന് അറിയോ? അല്ലെങ്കിൽ ഒരു ജയദേവൻ സാറിന് അറിയോ? അറിയാം. അയ്യോ, ഞങ്ങള് ഭയങ്കര അടുപ്പം, ഇന്നലെ കൂടി വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ ക്ലയന്റിന് എന്താ ഫീൽ ചെയ്യുക? പറയണ്ട, കാരണം ഞാൻ ഇവിടെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജയദേവൻ സാറിന്റെ ചെവിയിലെത്തും. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഓടിയെത്തിയത് തന്നെ എന്തിനാ? രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു ഇടം തേടിയാണ്. ഇയാളാണെങ്കിൽ അതിനേക്കാൾ വലിയ അടുപ്പം അപ്പുറത്തൊരാളോട്. സുഫീദ വീട് എവിടെയാണ്? ആ വീടിന്റെ ഭാഗത്താണ്. അവിടെ എവിടെയാണ്? അവിടെ മറ്റേ ഇയാളറിയോ? അയ്യോ, ഞങ്ങൾ ഭയങ്കര അടുപ്പം, ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയാത്ത കാര്യങ്ങളില്ല, എല്ലാം തുറന്നു വരും, ദിവസം വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഞങ്ങൾ. ഇനി സുഫീദ എന്തെങ്കിലും പറയുന്നത് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോ നമ്മള് കൗൺസിലിംഗ് റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത്
ക്ലയന്റ് ആരെങ്കിലും ഒരാൾ നിർദ്ദേശിച്ചിട്ട് വന്നതാണെങ്കിൽ ചിലപ്പോൾ ക്ലയൻസ് തന്നെ പറയും എന്നെ എൽസു മാം വിട്ടതാണ്, അല്ലെങ്കിൽ എന്നെ അബ്ദുള്ള മുഹമ്മദ് വിട്ടതാണ്, അപ്പോ എന്നോട് സൂചിപ്പിച്ചിരുന്നു, വരുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അല്ലാതെ അബ്ദുള്ള മുഹമ്മദ് അതുകൊണ്ട് കേട്ടോട് കൂടിയിട്ട് അബ്ദുള്ള മുഹമ്മദ് വിട്ടതല്ലേ, ഞാൻ അബ്ദുള്ള മുഹമ്മദിന് കുറച്ച് സുഖം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അബ്ദുള്ള മുഹമ്മദിനെ 4 പൊക്കി അടിക്കില്ലേ. അബ്ദുള്ള മുഹമ്മദും ഞാനും തമ്മിൽ വെച്ചാല് എന്താ പറയാ, ഒരേ ഹൃദയവുമായി ജീവിക്കുന്നവരാണ്. ഞങ്ങള് ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും വേണ്ട. പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. ആണോ? അബ്ദുള്ള മുഹമ്മദ് വിട്ടതാണല്ലോ. ശരി, അത് അവിടെ വെച്ച് ആ സബ്ജക്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പൊ ക്ലയന്റിന് എന്താ തോന്നുന്നത്? ഓക്കെ, ഇനി ക്ലയന്റിന് ഓക്കെ, അല്ലെങ്കിൽ ക്ലയന്റിന് ഒരു ഫീല് വരും, ഇവിടെ കൊടുത്താൽ ഇത് അവിടെ എത്തും, സൂക്ഷിക്കണം എന്ന് തോന്നൽ വന്ന ക്ലയന്റ് മനസ്സ് തുറക്കില്ല. കേൾക്കുന്നുണ്ടോ? അതാണ് റാപ്പോ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ പരിപാടി. അപ്പൊ റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം? ആളുടെ വിശേഷങ്ങൾ ചോദിക്കാം, പേര് ചോദിക്കാം, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, റാപ്പോ ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വേണ്ടത് വി ആർ ഗോയിങ് ടു ബിൽഡ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, നോട്ട് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം കാണാൻ കൊള്ളാം, നല്ല ബന്ധം ഉണ്ടാക്കി കെട്ടാൻ പോണ ആകാശനെ തിരിപ്പിച്ച് ഒഴിവാക്കിച്ചിട്ട് കെട്ടാം എന്നൊന്നും ചിന്തിക്കരുത്. മനസ്സിലാണല്ലോ? അപ്പൊ നമ്മുടെ വി ആർ ഗോയിങ് ടു ബിൽഡ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം? ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഇടപെടണം. ഒരു ഫീലിംഗ് കംഫേർട്ട് കിട്ടാനാണ് നമ്മൾ വെറുതെ സംസാരിച്ചത്. അപ്പൊ പേര് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു, പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആളൊന്ന് ഫ്രീ ആക്കിയതിന് ശേഷം അപ്പൊ റാപ്പോ ബിൽഡ് ചെയ്തായിരിക്കും. ഇപ്പൊ ഈ ഇടയിൽ അയാളും നമ്മളെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വരുന്ന ക്ലയന്റ് എന്താ ചെയ്യാ? നമ്മളെ അളക്കുന്നുണ്ടായിരിക്കും. ആളെങ്ങനെയാണ്, വല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ, അറിവുണ്ടോ, കഴിവുണ്ടോ, പ്രാപ്തിയുണ്ടോ എന്നൊക്കെ അളന്നു നോക്കുന്നുണ്ടായിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്ന ഓരോ കാര്യവും അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ചർച്ചയ്ക്ക് പോകേണ്ടതില്ല. ഇപ്പൊ തുടക്കത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് പറയുന്നത്. വെറുതെ കാട് കയറി ക്ഷണിച്ചു കൊണ്ടുപോകുന്നു വേണ്ട. നമ്മൾ നല്ല റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് കൗൺസിലിംഗിലേക്ക് കടക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്ലയന്റിനെ ഉണർത്താം. എന്താ ഉണർത്താൻ പോണത്? ഓക്കെ, അപ്പോ ഇബ്രാഹിം നേരെ പറയല്ലേ, ഇബ്രാഹിം എന്നാണ് പേര്. ഓക്കെ, മിസ്റ്റർ ഇബ്രാഹിം. അപ്പൊ നമ്മൾ അതിന് റാപ്പോ ബിൽഡ് ചെയ്തിട്ടോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളൊരു റിലേഷൻഷിപ്പ് ബൈൻഡിങ് ഒക്കെ നടന്നു. എന്നിട്ട് പറയാണ്, ഓക്കെ ഇബ്രാഹിം, എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ എന്നോട് ഇവിടെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യവും മൂന്നാമതൊരാളിലേക്ക് ഞാൻ പങ്കുവെക്കില്ല. അത് ഈ റൂമിനകത്ത് നമുക്കിടയിൽ മാത്രമുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഏതൊരു കാര്യവും മനസ്സ് തുറന്ന് ഇവിടെ പങ്കുവെക്കാവുന്നതാണ്. എന്താണ് ഇബ്രാഹിമിൽ എന്നോട് ചർച്ച ചെയ്യാറുള്ളത്? എന്താണ് പ്രശ്നം എന്നല്ല ചോദിച്ചത്, എന്താണ് ഇബ്രാഹിം എന്നോട് ചർച്ച ചെയ്യാറുള്ളത്? എന്താണ് ഇബ്രാഹിം ഇവിടെ വരാനുണ്ടായ കാരണം? ഇങ്ങനെ തുടങ്ങിയാൽ മതി. അപ്പൊ പ്രായത്തിനനുസരിച്ച്, സെക്സിനനുസരിച്ച്, അതായത് ഓപ്പോസിറ്റ് സെക്സ് ആ ഒരു ഡിസ്റ്റൻസും എല്ലാം കീപ്പ് ചെയ്ത് പേരെടുത്ത് വിളിച്ചൊക്കെ പറയുന്നത് കുഴപ്പമില്ലെന്നേ. പേരെടുത്ത് പറയുമ്പോൾ പേരത്ര മോശം കാര്യമൊന്നുമില്ലല്ലോ. പേരത്ര മോശം കാര്യമാണ്. അപ്പൊ പേര് പറഞ്ഞിട്ടോ പ്രായത്തിനനുസരിച്ചൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പേര് പറഞ്ഞു. ഞാൻ അധികം ആളുകളോടും പേരെടുത്ത് പറഞ്ഞേക്കാണ് ഞാൻ സംബോധന ചെയ്യാറ്. അപ്പോ ഞാൻ ചോദിക്കുക എന്താണ് എന്നോട് പറയാനുള്ളത്. അപ്പൊ അവരവരുടെ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മളത് കേൾക്കുക. അപ്പൊ കൗൺസിലിംഗിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്. റാപ്പോ ബിൽഡ് ചെയ്യാൻ ഓക്കെ, അപ്പൊ റാപ്പോ അവിടെ നിൽക്കട്ടെ. കൗൺസിലിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൗൺസിലിംഗ് സെറ്റിംഗ്സിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ ഞാൻ പറഞ്ഞല്ലോ, എ ഫീലിംഗ് ഓഫ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി ഈസ് നെസസറി. ഒരു വൈകാരികവും ശാരീരികവുമായ സേഫ്റ്റി നമ്മുടെ റൂമിനകത്ത്, നമ്മുടെ കൗൺസിലിംഗ് സെന്ററിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അതായത് ആകെ ഇടുങ്ങിയ
ആരും ഒരു ശബ്ദവും കേൾക്കാത്ത ഒരു എന്താ പറയാ മങ്ങിയ വെളിച്ചമുള്ള ഒരു റൂം. ക്ലയന്റിന് പേടിയാവും. മനസ്സിലായോ? ആ എക്സ്ട്രീം പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിന്റെ 6ാമത്തെ നിലയിൽ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഒരു റൂം, അതിന്റെ ഉള്ളിൽ വേറെ സെറ്റ് ചെയ്തിട്ടുള്ള റൂം. ക്ലയന്റ് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ക്ലയന്റ് പറയും സാർ ഓക്കെ ബൈ മാഡം, സീ യു ലേറ്റർ, ക്യാരി ഓൺ. അപ്പൊ നമ്മൾ എന്ത് വേണം? നല്ലൊരു റൂം സെറ്റ് ചെയ്യുക. കൗൺസിലിംഗിൽ ഏറ്റവും നല്ലത് ഒരു റൂമിലായിരിക്കും ഏറ്റവും നല്ലത്. ഒരു എന്താ പറയാ സിംപ്ലി വളരെ സിംപ്ലിസിറ്റിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റൂം. അതാണ് ഏറ്റവും കംഫർട്ട് ഫീൽ ചെയ്യാന്ന് പറയുന്നത്. അവിടെ ട്രൈ ടു പ്രസന്റ് എ കാം, പ്ലസന്റ് ആൻഡ് പ്രിപ്പയർഡ് അപ്പിയറൻസ്. നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു കാം ആൻഡ് പ്ലസന്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 മണിക്ക് ഒരു ക്ലയന്റ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 മണിക്കാണ് നമ്മൾ തയ്യാറാവണം. നമ്മൾ ഫീലിംഗ് ഫ്രീ ആയിരിക്കണം. നമ്മൾ ആകെ ഹറി പറി, ആകെ ടെൻഷൻ, വയർത്ത് കുളിച്ച് ആകെ ടെൻഷൻ അടിച്ച് ചൂടെടുത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. നമ്മൾ വളരെ കംഫർട്ട് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. നമ്മളെ കാണുമ്പോൾ അവസാനം ക്ലയന്റിന് അയ്യോ മാഡം പോട്ടെ സാധനം മാഡം, ഒക്കെ ശരിയാവും ഞാൻ പ്രാർത്ഥിക്കുന്നു ക്ലയന്റ് പോകുന്ന അവസ്ഥ. ഇനി എല്ലാവരും എത്തി നോക്കുന്ന ഒരു റൂം. ചിലരെ കൗൺസിലിംഗ് സെന്റർ ആണ്. അതായത് പോകുന്നവരും വരുന്നവരും എന്താണ് കൗൺസിലിംഗ് നടക്കണല്ലേ, നടന്നോട്ടെ. ആരാ ക്ലയന്റ്? എവിടുന്ന? കൗൺസിലിംഗ് അപ്പൊ കൗൺസിലിംഗ് വന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അല്ല പ്രേമം പറ്റൊക്കെ ആയിരിക്കൂലേ, നടക്കട്ടെ. അവര് വിദ്യ എല്ലാം കഴിഞ്ഞു പോയി. കൗൺസിലിംഗിൽ ക്ലയന്റിന് മറ്റൊരാൾ കാണാത്ത രീതിയിൽ, എന്നാൽ ക്ലയന്റിന് കംഫർട്ട് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം കൗൺസിലിംഗ്. എന്റെ കൗൺസിലിംഗ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇവിടെ വരുന്നത് ക്ലയന്റ് കാണില്ല. പക്ഷെ ക്ലയന്റിന് ആവശ്യമാണെങ്കിൽ തിരിഞ്ഞു നോക്കിയാൽ പുറത്തെ അന്തരീക്ഷങ്ങളൊക്കെ കാണാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അത്ര പ്രൈവസി അല്ല, എന്നാൽ പ്രൈവസിയാണ്. പോകുന്നവരും വരുന്നവരും എത്തി നോക്കുന്ന ഇടമാകരുത്. ആകെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന റൂമാകരുത്. എപ്പോഴും ഫോൺ ഇങ്ങനെ റിങ്ങിങ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ കൗൺസിലിംഗ് റൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്? നല്ല അത്യാവശ്യത്തിന് വായുവും വെളിച്ചവും വരുന്ന ഇടമായിരിക്കും. നമ്മളെ റൂമും പ്ലസന്റ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം. ഞാൻ എന്റെ ഒരു അടിപൊളി ഒരു 4:3 ലെങ്ത് ഉള്ള, അല്ലെങ്കിൽ 4:4 ലെങ്ത് ഒക്കെ ഉള്ള ഒരു 5:4 ഒക്കെ ലെങ്ത് ഒക്കെ ഉള്ള ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടേബിളിൽ തന്നെ ഞാൻ ക്ലയന്റിനോട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് അടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ ചെയർ ഒന്നുകൂടെ ടേബിളിനോട് ചേർത്ത് അങ്ങോട്ട് ഇടും. അപ്പൊ ടേബിള് എന്റെ ചെസ്റ്റിലോ അല്ലെങ്കിൽ എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചേർന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ ഉറപ്പാക്കുന്നതിന്റെ കാര്യം, എന്റെ കാലോ കയ്യോ ക്ലയന്റിന്റെ മേലെ തട്ടില്ല. അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും അപ്പോ എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ് നമ്മളൊന്നും കൂടെ അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഫീലിംഗിൽ ഇരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാൻ സാധാരണ ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, എന്റെ ഫ്രണ്ടിൽ 2 ആൾക്ക് ഇരിക്കാം, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാം. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പരിശോധിക്കാൻ ഇരിക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ആയിട്ട് ഇരുത്താം. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെങ്കിൽ എന്താ പറയാ, ഒരു സ്ക്വയർ സിറ്റിംഗ് ആണ് കിട്ടുക. അപ്പൊ എനിക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ എനിക്ക് ആളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാം. ഇപ്പൊ ചില ആളുകൾ ഇമോഷണലി വല്ലാതെ ബേസ്റ്റ് ഔട്ട് ആവുന്ന സമയത്ത്, കരയുന്ന സമയത്ത്, എനിക്ക് എന്റെ ശരിയായ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് നിന്ന് എനിക്ക് കണ്ണെടുക്കാം. നേരെ മറിച്ച് മുഖാമുഖം ഇരിക്കുന്ന ഒരാളുടെ മുഖത്ത് ഞാൻ കണ്ണെടുത്തു കഴിഞ്ഞാൽ അത് അയാൾ അവഗണിക്കുന്ന ഫീലിംഗ് ആണ്.
കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോ എന്ത് ചെയ്യണം? കൗൺസിലിംഗിൽ ഏറ്റവും നല്ലൊരു രീതിയാണ്. അപ്പോ കൗൺസിലിംഗിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് സോളർ, SOLER. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? സോളാർ കേട്ടിട്ടുണ്ടാവും. അത് കേൾക്കാത്ത ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. എന്താ? സിറ്റ് സ്ക്വയർലി, അതാണ് S സ്റ്റാൻഡ് ഫോർ. അപ്പോ stands for sitting squarely. When you sit and face the person that you are talking, we should sit attentively at an angle to the person. അയാളുടെ ഒരു ആംഗിൾ ആയിട്ട് ഇരിക്കുക, ഒരു ആംഗിൾ ആയിട്ട്, ഒരു സ്ക്വയർ ആംഗിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, so that we can look at them directly and show that they are listening to them and paying attention to them. അപ്പൊ നമ്മൾ അയാളെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് സിറ്റ് സ്ക്വയർലി എന്നത് കൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. യെസ്. രണ്ടാമത്തെ വരുന്നതാണ് ഓപ്പൺ പോസ്ചർ. ഓപ്പൺ പോസ്ചർ ആണ്. നമ്മൾ ആകെ കൈയൊക്കെ കെട്ടി ആകെ ഭയങ്കര ബലത്തിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ഇതുമില്ലാതെ ഒരു ബിംബരിക്കുന്ന പോലെ ഇരിക്കരുത്. ഓപ്പൺ പോസ്ചർ ആയിരിക്കണം, വെൽക്കമിങ് പോസ്ചർ ആയിരിക്കണം. ഡോണ്ട് ക്രോസ് യുവർ ആംസ്. അത് നമ്മൾ ആങ്ഷ്യസ് ആണെന്നോ അല്ലെങ്കിൽ ഡിഫെൻസീവ് ആണെന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടാവും. Then L, lean forward. അയാളിലേക്ക് ഒരല്പം ചാഞ്ഞിരിക്കുക. ലീൻ ഫോർവേഡ്, മുന്നിലേക്ക് ഒരല്പം ചാഞ്ഞിരിക്കുക. അതാണ് L എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To show we are interested in what the person is talking about. അയാൾ എന്തിനെയാണോ സംസാരിക്കുന്നത്, ഏതൊന്നിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് അയാൾക്ക് ഫീലിംഗ് ലഭ്യമാകുന്ന രീതിയിൽ അയാളിലേക്ക് ചാഞ്ഞിരുന്നാൽ, ചാഞ്ഞ് അയാളെ മേലിൽ കയറി ചാഞ്ഞ് കെടുക്കരുത്. കിട്ടിയ ഗ്യാപ്പിൽ അങ്ങോട്ട് ചാഞ്ഞ് കയറി തലയിലും മടിയിൽ തലയും വെച്ച് കിടന്ന് ഉറങ്ങരുത്. ഒരല്പം അയാളിലേക്ക് ചെരിഞ്ഞിരിക്കുക, ചാഞ്ഞിരിക്കുക. അപ്പോ അയാളെ തന്നെ ശ്രദ്ധിക്കുന്നു, അയാൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. E, സോളർലി SOL കഴിഞ്ഞു. E stands for eye contact, maintaining eye contact. ഐ കോണ്ടാക്ട് നമ്മൾ കൊടുക്കുന്ന മീനിങ് എന്താ? വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ യു, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു, ഐ ആം ലിസണിങ് ടു യു. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അയാളെ കണ്ണീക്കന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി അയാളെ ബുദ്ധിമുട്ടിക്കരുതിട്ടോ. അയാൾ കണ്ണെവിടെയെങ്കിലും തെറ്റിക്കുമ്പോ ഇങ്ങനെ പോയി നോക്കുക, അതൊന്നും ചെയ്യണ്ട. ചിലർ അങ്ങനെയാണ്. ഒരു ശരിയായ കണ്ണിലേക്ക് മാത്രം നോക്കിയാൽ അവരുള്ള കോൺഫിഡൻസ് പോകും. അപ്പൊ വല്ലാതെ കണ്ണിലേക്ക് നോക്കുന്നല്ല, അവരെ മുഖത്തേക്ക്, അവരുടെ ഏതാണ്ട് നെറ്റിയിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ തന്നെ അവർക്ക് കണ്ണിലേക്ക് നോക്കുന്ന ഫീലിംഗ് കിട്ടും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പരസ്യ ബോർഡുകളിലുള്ള ഹോർഡിങ്സിലേക്കുള്ള ചിത്രങ്ങൾ നമ്മ നോക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ല. വണ്ടിയിലൊക്കെ പോകുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ തന്നെ നോക്കണ പോലെ തോന്നും. അതെന്താ അങ്ങനെ തോന്നുന്നത്? അത് ഒരു ഐ കോണ്ടാക്ടിൽ നടക്കും. അപ്പോ E stand for eye contact. The last one, R. R stands for relaxed body language. അതിനർത്ഥം നമ്മൾ വി ആർ നോട്ട് ഇൻ എ റഷ് ടു ഗെറ്റ് അവേ. നമുക്ക് തിരക്കുണ്ട്, അങ്ങനത്തെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ഒരു കാരണവശാലും മെയിൻറ്റെയിൻ ചെയ്യരുത്. നമ്മൾ റിലാക്സ്ഡ് ആണ്, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്നോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ആ ഒരു റിലാക്സ്ഡ് പൊസിഷനിലായിരിക്കണം. നമ്മൾ ആകെ അടുക്കിങ്ങനെ പിന്നെ കൈയൊന്ന് കെട്ടി, പിന്നെ തലൊന്ന് ചൊറിഞ്ഞി, ആകെ വെപ്രാളം പിടിച്ചിരിക്കരുത്. അപ്പോ ക്ലയന്റിന് തോന്നും പല ജാതി മനുഷ്യരെ ഞാൻ കണ്ടെത്തുന്നത്,
ഈ ജാതി ഒരെണ്ണം ആദ്യമായിട്ട് ഇത് കണ്ടതാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിടുന്നതാണ് നല്ലത് എന്നൊരു തോന്നലാണ്. അപ്പൊ ക്ലയന്റ് പറയും, സാർ ഇപ്പൊ തന്നെ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു, എനിക്ക് മതിയായി കൗൺസിലിംഗ്, സാറിന് എത്ര രൂപ വേണ്ടെന്നൊക്കെ ചോദിക്കും. മെനി ഓഫ് മൈ എക്സ്പീരിയൻസ്, ചില ആളുകൾ 1 മണിക്കൂർ നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ 4ഉം 5ഉം മണിക്കൂർ നേരൊക്കെ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. 1 മണിയും കൂടാതെ 4ഉം 5ഉം മണിക്കൂർ നേരത്തേക്ക് 2 3 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ 1 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഓഫീസിൽ ബെല്ലടിച്ച് ഒരു ജ്യൂസൊക്കെ വരുത്തി പരസ്പരം ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പിന്നെയും പറഞ്ഞ് അങ്ങനെ സമയം ചെലവിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവാറ്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു നിശ്ചിത സമയം കൊണ്ട് തീർത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഡയഗ്നോസിസ് പ്രോസസ് അല്ല. നമ്മുടെ അതീവ ശ്രദ്ധയും സ്നേഹവും കരുതലും കരുണയും എല്ലാം കൂടെ നൽകുന്ന ഒന്നാണ്, അല്ലെ? മനുഷ്യന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന് ആവശ്യമില്ലാത്ത കുറേ കാര്യം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുകയും ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുകയും ചെയ്യും. കരുണാദയം സ്നേഹം വാത്സല്യം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ വറ്റി വരണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥത കൂടിക്കൊണ്ടിരിക്കുക. ആസ് എ കൗൺസിലർ പഠിക്കുന്ന ഇവരെല്ലാവരും അതെല്ലാം ഉള്ള ആളുകളായിരിക്കും. സഹജീവിയോടുള്ള സ്നേഹം, കരുതൽ, തലോടൽ, ഇതൊക്കെ നമ്മുടെ വാക്കുകൾ. ചില ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ സാറേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ വാക്ക് കൊണ്ട് അവർ നമ്മളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ, ആലിംഗനം ചെയ്യുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട്. ചില ആളുകള് ബ്രോ അല്ലെങ്കിൽ സഖാവേ, കൂട്ടുകാരാ, മാഷെ, എന്നെ നാട്ടിലൊക്കെ എല്ലാവരും വിളിക്കും മാഷ എന്നാണ്. ഇപ്പൊ കുറെ ആളുകളൊക്കെ, ചില ആളുകൾ ഡോക്ടർ എന്ന് വിളിക്കും, അധികം ആളുകൾ തന്നെ നാട്ടിൽ വിളിക്കും മാഷ എന്നാണ്. അപ്പൊ മാഷെ എന്ന് വിളിക്കുമ്പോൾ തന്നെ with their words they are hugging me എന്നൊരു ഫീലിങ്സ്. ചില ആളുകൾ വിളിക്കുമ്പോൾ തോന്നും അയാളെന്തോ അധികാരത്തിൽ വിളിക്കുന്ന പോലെ. സോ ഐ എം ഓൾവേസ് ട്രൈയിങ് ടു ഹഗ് them by my words. സ്നേഹത്തോട് വിളിക്കുന്ന വിളികളുണ്ട്. പല ആളുകളെയും പല വിളികളാണ് അവരെയൊക്കെ വിളിച്ച് അങ്ങനെ വിളിക്കുമ്പോ, അപ്പൊ നമ്മള് അവരെ വിളിക്കുമ്പോ തന്നെ പറഞ്ഞോളൂ, അങ്ങനെ നമ്മുടെ ഓരോ വാക്കും അവരെ ഹഗ് ചെയ്യുന്ന പോലെ, സ്നേഹിക്കുന്ന പോലെ, തലോടുന്ന പോലെ, അവർക്ക് ആവശ്യമുള്ളത് നൽകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം. കടുപ്പിച്ച് പറയേണ്ട അവസ്ഥകളൊക്കെ വരും കൗൺസിലിംഗ്. അത് പറയുന്ന രീതിയിലാണ്. ഡോൺ റൺ എന്ന് നമ്മളൊരു കുട്ടിയോട് പറയും, ഓടരുത് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓടരുത് എന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമ്പിളാണോ? നടക്കടോ പോലെ നടന്നു പോടോ. മനസ്സിലായോ? ഓടരുത് എന്ന് പകരം ഡോൺ റൺ എന്ന് പറയുന്ന പകരം വാ പ്ലീസ് എന്ന് പറഞ്ഞൂടെ? നമുക്ക് പറഞ്ഞൂടെ? അതാണ് വ്യത്യാസം. കൗൺസിലിംഗിന്റെ വ്യത്യാസം. നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ ചിരി എല്ലാം അർത്ഥവത്തായിരിക്കും. അപ്പോ സോളർ പഠിച്ചു നിങ്ങൾ, സോളർ. അപ്പോ സിറ്റ് സ്ക്വയർലി, പിന്നെന്താ, ഓപ്പൺ പോസ്ചർ ഉണ്ടായിരിക്കണം, ലീൻ ഫോർവേഡ്, അയാളിലേക്ക് അല്പം ചാഞ്ഞിരുന്ന് സംസാരിക്കുന്ന ഫീലിംഗ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നല്ല ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല റിലാക്സ്ഡ് ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കണം. ഇത് നമ്മളിൽ വേണം, ഇതൊക്കെ ക്ലയന്റിലല്ല വേണ്ടത്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടുമ്പോഴേക്കും അയാളുടെ ഭാഗത്തുള്ള എല്ലാവരും അഡ്രസ്സും, എന്നിട്ട് നമ്മൾ പറയണേ രമേശ് പുന്നത്തിരി അല്ലേ, രമേശൻ രമേശൻ എവിടെയാണ് സ്ഥലം? അവിടെ ഒരു മുൻപ് എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നിരുന്നു, ഒരു റിസാന എന്നാണ് പേര്. ആ കുട്ടി ഒരുപാട് കഷ്ടപ്പാടൊക്കെ ആയിട്ട് വന്നത്. എന്താ ചെയ്യാലേ, ഓരോരോ പ്രശ്നങ്ങളെ ഞാൻ ചെറിയ സഹായം ചെയ്ത് നമ്മളെന്നെ ഉഷാറാക്കിയിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ അടുത്തൊക്കെ ആയിരിക്കും വീട്. ഒരു ക്ലയന്റിനെ കുറിച്ച് മറ്റൊരു ക്ലയന്റിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തായിരിക്കും അയാൾക്ക് നമ്മളോട് തന്ന ഫീലിംഗ്? ഒരു കാരണവശാലും പറയരുത്. ഒരു കാരണവശാലും മറ്റൊരു ക്ലയന്റിനെ കുറിച്ച് ക്ലയന്റിനോട് പറയരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, കൗൺസിലിംഗ് സെറ്റിംഗ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ആരെങ്കിലും പറയും, കൗൺസിലിംഗ് സെറ്റിംഗ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ?
ഈ സിറ്റി സ്ക്വയർലി എന്ന് പറഞ്ഞ ഒന്നും കൂടി പറയും. സിറ്റി സ്ക്വയർലി സിറ്റി സ്ക്വയറിൽ എന്ന് പറയുന്നത് നേരിട്ട് ഇരിക്കുന്നേക്കാൾ നല്ലത് ഒരല്പം സൈഡിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒരു നമ്മളിങ്ങനെ ഇങ്ങനെ 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 ഫേസ് ഇരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും അയാളിലേക്ക് വേണ്ടിയിരിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു. മാത്രമല്ല ഡോക്ടേഴ്സ് ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു അർത്ഥത്തിലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ നമ്മൾ ശരിക്കും തിരിഞ്ഞാലും അയാൾ അവോയ്ഡ് ചെയ്ത് പോകുന്നു എന്നൊരു ഫീലിങ്സ് അയാൾക്ക് കിട്ടണില്ല. നമ്മളാകെ ബുദ്ധിമുട്ടിരിക്കരുത് കേട്ടോ. ഇരിക്കുന്ന ഈ ഇടം കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മളൊരു കാലൊടിഞ്ഞ കസേര ഇട്ടിട്ട് ഇടക്കിടക്ക് കസേര അടിക്കുക, ക്ലയന്റ് നമ്മളെ പിടിക്കാൻ വരെ. നമ്മള് നല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല കംഫർട്ട് ആയിട്ടുള്ള റൂമാണ് ഏറ്റവും നല്ലത്. അവിടെ നമ്മൾ ആദ്യം മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ കൗൺസിലിംഗ് റൂമിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. കൗൺസിലിംഗ് ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ തിയറിറ്റിക്കൽ അല്ല പക്ഷെ അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് നമ്മളറിയാതെ നമ്മുടെ ചുറ്റുങ്ങൾ ഒബ്സർവ് ചെയ്യും. ഇയാൾ എങ്ങനെയാണ്, ഇയാൾ വല്ല ക്വാളിറ്റി ഉണ്ടോ, വല്ല അറിവുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഇയാളെ കൊണ്ട് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ, വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അളന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ മനസ്സുറക്കുള്ളൂ. അപ്പൊ നമ്മുടെ കൗൺസിലിംഗ് റൂമിൽ തന്നെ നമ്മുടെ 2-3 സർട്ടിഫിക്കറ്റ്, നമുക്ക് കിട്ടിയ കുറെ മൊമെന്റോസ്, കുറച്ച് മൊമെന്റോസ്, ആകെ മൊമെന്റോസ് നിറച്ചിട്ട് ഞാൻ എന്താ പറയാ ഒഴിവാക്കാം. അപ്പൊ ഒരു അത്യാവശ്യത്തിന് കുറച്ച് മൊമെന്റോസ് ഒക്കെ ആയിട്ട് വെച്ച് നല്ല രസകരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിന് എന്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലയന്റ് കൊള്ളാലോ, ആള് കൊള്ളാലോ, ക്വാളിറ്റി ഉണ്ട്, വെറുതെ പിടിച്ചിട്ട് ഒരാൾ മൊമെന്റോസ് ഒന്നും കൊടുക്കില്ലല്ലോ. കൊടുക്കുമോ? ഒരു സംശയം ചോദിക്കാനല്ലേ? ഈ ഐ കോണ്ടാക്ട്സുമായി ബന്ധപ്പെട്ടേ പലപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പിന്നെ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നത് അയാൾക്ക് പിന്നെ അത് അൺകംഫർട്ടബിൾ ആണോ എന്നൊരു ഫീലിംഗ് പലപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഫീലിംഗ് ഡിസ്കംഫർട്ട് ആണെങ്കിൽ ഓപ്പോസിറ്റിലുള്ള ആളത് പ്രകടിപ്പിക്കും. പലപ്പോഴും അങ്ങനെയാണ്. അപ്പോ നമ്മള് ശരിക്കും ഫോർഹെഡിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കണ്ണിലേക്കല്ല ശരിക്കും നോക്കേണ്ടത്. അയാളുടെ ഫോർഹെഡിലേക്ക് നോക്കിയാൽ വേണ്ടി, അയാളുടെ നെറ്റിയിലേക്ക് നോക്കിയാൽ വേണ്ടി. കറക്റ്റ് കണ്ണിലേക്ക് ഐ ടു ഐ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള കോൺഫിഡൻസ് പോകും, അയാൾക്ക് ഫീലിംഗ് ഡിസ്കംഫർട്ടോടെ. ബെറ്റർ ടു ലുക്ക് അറ്റ് ദെയർ ഫോർഹെഡ്. അപ്പൊ അവർക്ക് സ്വയം തോന്നുന്നവരെ അവർ മുഖത്തേക്കാണ് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ മുഖത്ത് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കൊന്നും വേണ്ട. ഇപ്പൊ എനിക്ക് അങ്ങനെ വന്നുള്ള പ്രശ്നം എന്താ അറിയോ, ചില ക്ലയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കരയും, ധാരാളം കരയും. കരയുന്ന സമയത്ത് ഇപ്പൊ എനിക്കൊക്കെ കുറെ നേരം കണ്ണീര് കണ്ടിട്ടുണ്ട്. കുറച്ചു നേരം കണ്ണീരാണ് എന്നെ കണ്ടെന്ന് പറയും. ഞാനൊരു പാവം മനുഷ്യനാണ്, പെട്ടെന്ന് കരയും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാ അവർ കരയുമ്പോ അവർ കരയാൻ വിട്ടുകൊടുക്കുക ചെയ്യാൻ. അവരെ മുഖത്തുനിന്ന് മുഖം എടുക്കാലോ നമുക്ക്. നമ്മളിങ്ങനെ നോക്കിയിട്ട് നമ്മളും കൂടെ കരഞ്ഞ് അപ്പൊ ക്ലയന്റ് സാറേ പോട്ടെ സാറേ, എല്ലാം ശരിയാകും സാറേ, എല്ലാം നല്ലതിനാണ് സാറേ, സാറേ വിഷമിക്കല്ലേ സാറേ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയത് നമ്മള്. മനസ്സിലാണല്ലോ? അവർ കരഞ്ഞുകൊള്ളിട്ട് തന്നെ കരയാനൊരു സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്കണ്ടേ? ചില അല്ലെ ഈ ക്ലയന്റ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഫീലിംഗ് അത്. അതായത് നിങ്ങൾ മനസ്സിലാക്കിയ വലിയ മനുഷ്യനെ കരയാണ് എന്ന് ചോദിക്കുന്ന ആളുകളില്ലേ, എന്താ വലിയ മനുഷ്യൻ എന്താ കരഞ്ഞാൽ എന്താ ഭൂമി ഇല്ലാണ്ടാവും? നിങ്ങളൊന്ന് ആലോചിക്ക്, കരയേണ്ടിടത്ത് കരയണ്ടേ? മനുഷ്യന്റെ ഫീലിംഗ് അല്ലേ, ഇമോഷൻസ് ടു എക്സ്പ്രസ്. അതിനെ നന്നായി പ്രകടിപ്പിക്കാനുള്ളതാണ്. അതിനെ തല ഉപയോഗിച്ച് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? വലിയാളെ കരയാണ്, വലിയാള് കരഞ്ഞ ഭൂമി ഇല്ലാണ്ടാവും. ആവശ്യത്തിന് വലിയൊരു കരയാണ്. കരയുമ്പോ നമ്മളെ പൗരുഷം നഷ്ടപ്പെട്ടു പോകുന്നു തോന്നി. പിന്നെ എന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വാതിലടച്ച് പൈപ്പ് തിരിച്ചിട്ട് പൊട്ടി കരയണതല്ലേ? എനിക്ക് ഞാൻ കരയണ സന്ദർഭങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ കരയും. ചെറിയ കാര്യങ്ങൾ. അതായത് ഒരു സ്കൂളിൽ ഒരു കുട്ടി നല്ല മാർക്കൊക്കെ മേടിച്ചു. അപ്പൊ
ടീച്ചർ കുട്ടിക്ക് ഒരു പ്രൈസ് കൊടുക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് കണ്ടു പറഞ്ഞു എനിക്ക് എങ്ങനെയൊക്കെയാണ്. കൗൺസിലിംഗ് ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പോ ലതം ക്രൈ കരയാനുള്ള അവകാശം അവർക്കുണ്ടെന്നേ. കരയഞ്ഞ് തീർന്നാൽ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വരാറുണ്ട്. ഒരു 1-2 മാസം കൂടുമ്പോൾ വിളിക്കും, സിറാജ് അവിടെ ഉണ്ടോ, അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ഞാനിപ്പോ ഫ്രീ അല്ല, എന്താണ്, ഞാൻ ഇത്താന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇതിനൊരു പേരെടുത്ത് വിളിക്കാം. നസിഹത്ത പറയൂ. എന്താ നസിഹത്ത? അത് ഒന്നുമില്ല, സിറാജിനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഞാൻ പറയും ഒന്നാമത് പണി ചെയ്യും, ഒരു 4 മണിക്കൂർ എത്തിക്കോ, ഞാൻ 4 മണിക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പൊ 4 മണിക്ക് വരും. ആരിങ്ങനെ വരും, എന്താ സിറാജ് നിനക്ക് സുഖല്ലേ? അതായത് ഷീസ് നല്ല എന്നെക്കാൾ നല്ല പ്രായമുള്ള ഒരു ലേഡിയാണ്. അപ്പൊ എന്നെ സ്നേഹത്തിലാണ് സിറാജ് എന്ന് വിളിക്കുന്നത്. എന്താ സിറാജ്, ആള് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി കൂടിയാണ്. അത് പക്ഷെ ഫാമിലി ലൈഫ് അത്ര ഫെയിലിയറാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഫെയിലിയറാണ്. പല കാരണങ്ങൾ കൊണ്ട് ആ സ്ത്രീക്ക് അതിന് രക്ഷപ്പെടാനേ കഴിയുന്നില്ല. അപ്പോ എനിക്കറിയാം പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും ഇല്ല. തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് അത്ര ഫെയിലിയർ ആയിട്ടുള്ള കുടുംബത്തേക്ക് പോകലല്ലാതെ ഒരു പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷെ അവര് വന്നു കഴിഞ്ഞ് ആദ്യം എന്റെ വിശേഷം ചോദിക്കും. അത് ഞാൻ ചോദിക്കും എന്തിനാ അപ്പൊ വന്നേ? ഒറ്റ കരച്ചില്ല. ആ ചോദ്യം പറഞ്ഞ പിന്നെ അങ്ങോട്ട് കരഞ്ഞ് കുറെ നേരം ഇരുന്ന് കരഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങളാണ് പറയും. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് കർച്ചീഫ് കൊടുത്ത് മുഖൊക്കെ തുറച്ചിട്ട് ചോദിക്കും. ഞാൻ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളും കുറിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാല് പിന്നല്ല സിറാജെ, പിന്നെ ആള് അത് വിട്ട് ആ ഫീലിംഗിൽ നിന്ന് കടന്നിട്ട് പുതിയ ഫീലിംഗ് എത്തിയിട്ടുണ്ടാവും. പിന്നല്ല സിറാജെ, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, ഞാൻ ഇന്നാള് ഇങ്ങനെ കൊടുത്തപ്പോ അവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അവിടെ മറ്റേ ഇത് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പിന്നെ ആളെ ഹാപ്പിനെസ് ഒക്കെ പറഞ്ഞ് ആള് കഴിഞ്ഞ ആള് അത്രേ ഉള്ളൂ. അവർക്കത് പറയണം, കരയണം, അതിനോട് വരുന്നത്. എനിക്കറിയാം 2 മാസം കഴിഞ്ഞാൽ അവർ ഇനിയും വരും. കാരണം അവർക്ക് അതിൽ നിന്നൊരു മോചനമില്ലാത്ത ജീവിതം. കാരണം അവരുടെ സമ്പത്തും അവരുടെ ആയുസ്സും അവരുടെ എല്ലാം അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിൽ അവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമല്ല, വേറൊരു ഇടമില്ല. ഈ അടുത്ത് കുറച്ചു മുൻപ് ഒരു പെൺകുട്ടി വന്നു. അപ്പം പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരെ വെറുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ചെക്കൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോ ഷീസ് വെരി യങ്, ഒരു 25 to 28 അതിൻ്റെ ഇടയിൽ പ്രായം നേരത്തെ വന്നു സാറേ എന്ന് പറഞ്ഞു. അപ്പോ ആളങ്ങോട്ട് കരഞ്ഞ ശേഷം വളരെ ദുഃഖത്തിൽ പറയുന്നു, എന്താ പറയാ, അത്ര അധികം കരഞ്ഞു. എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത്ര പ്രായത്തിൽ എങ്ങനെ കരഞ്ഞ് അതിങ്ങനെ സങ്കടം കൊണ്ടാണ്, പ്രണയിച്ച ആളേക്ക് നിന്ന് കിട്ടുന്ന വേദന കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോ ഈ പ്രണയിച്ച പയ്യന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇവിടെ കഴുത്തിനും മുട്ടിനും ഇടയിൽ തല്ലുക എന്നുള്ളതാണ്. കഴുത്തിനും മുട്ടിനും ഇടയിൽ അത് ബെൽറ്റ് കൊണ്ട് അടിക്കുക, അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെയാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ പൊട്ടുമുറി കേൾക്കും. ആരും കാണില്ലല്ലോ, അവിടെ വസ്ത്രം ധരിച്ചിട്ടാണല്ലോ പെൺകുട്ടികൾ പുറത്തു പോകുന്നത്. പ്രണയാണ്, ഭയങ്കര പ്രണയിച്ചിട്ട്. അപ്പൊ ആ പെൺകുട്ടിക്കാണെങ്കിൽ വേറൊരു സൊല്യൂഷൻ ഇല്ല. അതായത് തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളത് അവളുടെ, ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം, നിനക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടുകാരോട് സംസാരിക്കാം, ഞാൻ ആരൊക്കെ കൂട്ടണമെങ്കിൽ അവരെല്ലാം കൂട്ടാം. ഒരുപാട് വഴികൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന വഴികളിലൂടെയൊക്കെ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ ആ കുട്ടി പറഞ്ഞു വെച്ചാല് ഞാൻ ഉണ്ടാക്കിയ മാനക്കേട് ഞാൻ തിരിച്ചു പോയാലൊന്നും മാറി പോകില്ല, അപ്പൊ അത് കൂടുതലാവുള്ളൂ. അത് ഒരുപക്ഷെ ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിനേക്കാൾ അപ്പുറത്ത് ഇനിയും വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തീർന്നോട്ടെ. ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല, അതായത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് അല്ല. പക്ഷെ ഇറേഷണൽ ആണെങ്കിലും നമുക്ക് തൽക്കാലം അതിന്റെ കൂടെ പോകുകയല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ കേൾവിക്കാരനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. കേൾവിക്കാരനാവുക, നല്ല കേൾവിക്കാരനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം.
കേൾക്കുന്നുണ്ടോ? അപ്പൊ അതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സർ, ആ, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പോർഷൻസ് ഒന്നും കേൾക്കാൻ നോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനിയും കടന്നു വരും. നസീഹയാണ് ഇടയ്ക്കിടയ്ക്ക് വന്നത് തിരിച്ചു പോയല്ലേ? ആ, അത് നെറ്റ്വർക്ക് ഇഷ്യൂ. ഇപ്പൊ വേറെ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ അതോ നിന്റെ ഫോണിന്റെ പ്രശ്നമാണോ എന്ന് പരിഹരിക്കും? അതാണ്, നെറ്റ്വർക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, എന്താ അറിയില്ല. എന്റെ ഫോണിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഓക്കെ, അപ്പോ കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയും മറ്റുള്ളവർക്ക് അത്തരം സഹായങ്ങൾ നൽകാൻ അറിവും കഴിവും പ്രാപ്തിയുമുള്ള മറ്റൊരു വ്യക്തിയും ചേർന്ന് നടക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അറിവും കഴിവും പ്രാപ്തിയുള്ള ആളുടെ പേരാണ് കൗൺസിലർ. പ്രശ്നത്തിന് പരിഹാരം ആവശ്യമുള്ള വ്യക്തിയുടെ പേരാണ് കൗൺസിലി. ക്ലയന്റ്, കൗൺസിലർ. ഞാൻ ഇതിനൊക്കെ നോട്ട് നിങ്ങൾക്ക് തരും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മലയാളത്തിലുള്ള നോട്ടും തരും, ഇംഗ്ലീഷിലുള്ള നോട്ടും തരും, PDF ആയിട്ട് അയച്ചു തരും. അപ്പൊ കൗൺസിലിംഗ് എന്തല്ല? കൗൺസിലിംഗ് ഈസ് നോട്ട് ഗിവിംഗ് അഡ്വൈസ്. ഉപദേശം നൽകലല്ല. കൗൺസിലിംഗ് ഈസ് നോട്ട് എ ടീച്ചിങ്. ഒരു എന്തോ പഠിപ്പിച്ചു കൊടുക്കലല്ല കൗൺസിലിംഗ്. അപ്പോ കൗൺസിലിംഗ് ഒരു ഉപദേശമല്ല, ഒരു പഠിപ്പിക്കലല്ല. ഒരു കൗൺസിലിംഗ് ഈസ് നോട്ട് ഗിവിംഗ് എ ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ നൽകലോ ഇല്ല കൗൺസിലിംഗ്. ഒരു ഡയറക്ഷൻ കൊടുക്കലല്ല കൗൺസിലിംഗ്. പലപ്പോഴും ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പൊ വരുന്ന ക്ലയന്റ് വന്നു ഉടനെ ക്ലയന്റിന് ആവശ്യമായ ഡയറക്ഷൻസ് കൊടുക്കുക. കൗൺസിലിംഗ് ഈസ് നോട്ട് സോൾവിങ് ദെയർ പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലല്ല കൗൺസിലിംഗ്. പ്രോബ്ലം സോൾവിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആസ് എ കൗൺസിലർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം സോൾവിംഗ് അല്ല. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ കഴിവ് അവർക്ക് വളർത്തി കൊടുക്കലാണ്. അടുത്തൊരു കാര്യം ഉണ്ട് കേട്ടോ, കൗൺസിലിംഗ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യനിങ്. ചില ആളുകളൊക്കെ പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നിട്ട് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പ്രതിഷേധിച്ചില്ല, നീ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിങ് അതാണെന്നുള്ള ധാരണ ഉള്ളവരുണ്ട്. അതും അല്ല കൗൺസിലിംഗ്. ഇത്രയും കാര്യം കിട്ടിയോ? ഇത്രയും കാര്യം കിട്ടിയാലാണ് നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് വരാനുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ആരെ സംബന്ധിച്ചിടത്തോളം, ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ക്ലയന്റ് സ്വയം കണ്ടെത്തുവാൻ വേണ്ട സഹായങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിയന്ത്രിച്ച് അതിനെ ഡീൽ ചെയ്യുന്ന രീതിയാണ് കൗൺസിലിംഗ് എന്നുള്ളത്. അതുകൊണ്ടാണ് കൗൺസിലിംഗ് ഈസ് എ കൈൻഡ് ഓഫ് ടോക്കിംഗ് തെറാപ്പി എന്ന് പറയുന്നത്.
ഇനി കൗൺസിലിംഗില് ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒന്നാമത്തെ പരിപാടി കൗൺസിലിംഗിൽ ഒരുങ്ങലാണ്. കൗൺസിലിംഗിന്റെ ഒരുക്കം റാപ്പോ ബിൽഡ് ചെയ്യാന്നൊക്കെ അതിന്റെ ഭാഗമാണ്. അത് കൗൺസിലിംഗിന് ക്ലയന്റ് തയ്യാറാണോ എന്ന് ആദ്യം നോക്കണം. നമ്മൾ തയ്യാറല്ലാത്ത ക്ലയൻസ് ഉണ്ടായിരിക്കും. ചില ക്ലയൻസ് ഒക്കെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധ പ്രകാരം പ്രഷറുകാരനൊക്കെ കൗൺസിലിംഗ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ സംഭാഷണം നമ്മളോട് സംസാരിക്കാൻ. കുറെ ആളുകൾ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളോട് ആദ്യമേ പറയും, സാറേ അയാൾക്ക് താല്പര്യമില്ലാതെ കൊണ്ടുവരണം കേട്ടോ. ഞാൻ പറയും കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരത്തെ വേറെ മറ്റു ബാഹ്യമായ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വന്ന് അപ്പൊ അയാളെ ചർച്ചയിലെ ഇൻവോൾവ്ഡ് ആക്കി അതിനുശേഷം അയാളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ച് എന്നിട്ട് പതുക്കെ അയാളുടെ പ്രോബ്ലത്തിലേക്ക് ചാടും. അപ്പൊ അയാൾ നമ്മളോടൊപ്പം സംസാരിക്കും. അല്ലെ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് എക്സ്ട്രീം എൻഡിലും മനുഷ്യന് ബുദ്ധിമുട്ടാണ്. പറയണത് മനസ്സിലാണ്ടോ? രണ്ട് എക്സ്ട്രീം എൻഡ്സിലും മനുഷ്യൻ, അതായത് പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പണം കൂടിയിട്ട് വിഷമിക്കുന്നവരുണ്ട്. സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, സ്നേഹം കൂടിയിട്ട് വിഷമിക്കുന്നവരുണ്ട്. മക്കളില്ലാതെ ദുഃഖിക്കുന്നവരുണ്ട്, മക്കളെ കൊണ്ട് ദുഃഖിക്കുന്നവരുണ്ട്. പെണ്ണ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, പെണ്ണ് കെട്ടിയോതോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. കല്യാണം കഴിയാതെ വിഷമിക്കുന്ന എത്രയോ പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞത് കൊണ്ട് മാത്രം വിഷമിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ജോലി കാരണം വിഷമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ട് എക്സ്ട്രീം എൻഡിലും മനുഷ്യന് ബുദ്ധിമുട്ടാണ്. മനസ്സിലാവണ്ടേ ഞാൻ പറയുന്നത്? രണ്ട് എക്സ്ട്രീം എൻഡിലും മനുഷ്യന് വിഷമം വേണ്ടേ? എന്റെ അടുത്ത് ഒരു കുട്ടി കൗൺസിലിംഗ് വന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ 300-ന്റെ മേലെ ആളുകളുടെ മുൻപിൽ പെണ്ണ് കാണാൻ നിന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നിന്ന് എനിക്ക് ശീലായി. ഇപ്പൊ ചെക്കന്മാർക്കാണ് കൈവറയും കാലുവറയൊക്കെ. ഇപ്പൊ ഞാൻ അവരോട് പറയും, വിഷമിക്കണ്ട, ഇപ്പൊ ഒരു ശീലമായി കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ. രസം എന്താണെന്നറിയോ? എന്നിട്ട് ആ കുട്ടി എന്നെ കാണാൻ വന്നതിന് ശേഷം ഞാൻ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിരുന്നു, കല്യാണം ശരിയായിട്ടുണ്ട് സാർ, എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കാം. സാറിന് രസകരമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം പെണ്ണ് കാണാൻ വന്ന ആളാണ് കല്യാണം. അതായത് 100-300 ചെക്കന്മാരുടെ മുൻപിൽ നിൽക്കുന്നതിന് മുൻപ് ആദ്യമായി പെണ്ണ് കാണാൻ വന്ന ചെക്കന് അത് വീട്ടുകാർക്ക് ചില ഇഷ്ടക്കേട് കൊണ്ട് നടത്തിയില്ല. പിന്നീട് ആ ചെക്കന് ഇതുപോലെ നടന്ന് അവരും മുട്ടിയില്ല. അവസാനം ഇത് വീണ്ടും ഇവിടുക്കന്നെ എത്തി. അപ്പോഴേക്കും 100-300 ചില ചെക്കന്മാരുടെ മുൻപിൽ പെൺകുട്ടി അണിഞ്ഞൊരുക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കൗൺസിലിങ്ങിന് ആൾ ഒരുക്കാണോ നമ്മൾ നോക്കണം. അതാണ് കൗൺസിലിങ്ങിന്റെ ഒരുക്കം. എപ്പോ, എവിടെ, എത്ര മണിക്ക്. എതിർപ്പുണ്ടെങ്കിൽ ഒരു മുൻകൂടി കാഴ്ച, അയാൾക്ക് ഒരു പ്രേരണ നൽകുക എന്നുള്ള പരിപാടിക്ക് നമ്മൾ തന്നെ ചെയ്യണം. ചില ആളുകൾ കൗൺസിലിംഗ് വരാൻ തയ്യാറാവില്ല, കുറെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പൊ ആ പാരന്റ്സ് അല്ലെങ്കിൽ ആ ഫാമിലിയിലുള്ള ആളുകൾ നമ്മളോട് സ്ഥിരം ബന്ധപ്പെട്ട് അപ്പൊ നമ്മളെന്ന് പറയും, സാരല്ല, ശരിയാക്കാം. അങ്ങനെ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ വീടൊന്ന് വിസിറ്റ് ചെയ്യും. ഞാനൊക്കെ ചെയ്യാറുള്ള പരിപാടിയാണ്. ചില ആളുകൾ എന്തായാലും കൗൺസിലിംഗിന് വന്നേ പറ്റും, ഒരു ദുർവാശി കാരണം വരുന്നില്ല. അപ്പൊ നമ്മള് എവിടേക്കെങ്കിലും ഞാൻ പറഞ്ഞ ഇത്ര തീയതി ഇത്ര മണിക്ക് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ തന്നൊന്നും പറയണ്ട, ഞാനൊന്ന് വിസിറ്റ് തരാം. അപ്പൊ ഞാനൊന്ന് വിസിറ്റ് ചെയ്ത് എല്ലാവരും വീട്ടിലെല്ലാവരും പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പൊ ഇയാള് നമ്മൾ കൗണ്ട് ചെയ്യും. ആളൊക്കെ ആണല്ലോ, പോയിരുന്ന് സംസാരിച്ചാൽ കൊള്ളാലോ. അപ്പൊ അയാൾ പറയും, ഞാൻ വരാം സാർ, ഞാൻ തിങ്കളാഴ്ച വരാം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പോകുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. വിളിച്ചു വരുത്തി കൊല്ലാനും മടിക്കൂല ആളുകൾ. ഭയങ്കര ബുദ്ധിമുട്ടാ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. സാറേ, ഈ കൗൺസിലിന് തയ്യാറാവാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, എന്നാലോ കൗൺസിൽ ചെയ്താൽ അതിന് പരിഹാരമാവും. അങ്ങനത്തെ ആളുകളെ എങ്ങനെ ഈ കൗൺസിലിന് മുന്നിൽ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ആളുകൾ ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ വരാറുണ്ട്, എത്ര ശ്രമിച്ചിട്ട് കൗൺസിലിംഗ് വരാൻ തയ്യാറാവുന്നില്ല. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് ഒരു പഠനം ഈ പറയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ഫ്രീ ആയിട്ട് അയാളെ കുറിച്ച് ഇൻഫർമേഷൻ ചേരും. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാന്ന് പറയും. നമ്മള്
ഇയാളെ കണ്ടുമുട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കുക, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് അത് കൊണ്ടുവരാൻ പറ്റുന്നു. എന്നിട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസിറ്റ് കൊടുക്കും. ആ വിസിറ്റിൽ നമ്മൾ അയാളോട് ഒരു ബന്ധം സ്ഥാപിക്കും. ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങളൊക്കെ അയാളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ വരും. ഇതുവരെ പോയവരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുവരെ കുറെ ധാരാളം വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഒരുത്തൻ സ്കിസോഫ്രീനിയ ആയിരുന്നു. സ്കിസോഫ്രീനിയ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൗൺസിലിംഗിന്റെ ആവശ്യം, മെഡിറ്റേഷൻ ആവശ്യം. അപ്പൊ പാരന്റ്സിന്റെ വാക്കുകളിൽ നിന്ന് അവനെ കുറിച്ച് അടയാളപ്പെടുത്തലിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് സ്കിസോഫ്രീനിയാണ്. അപ്പൊ പാരന്റ്സിന്റെ ആളെ ട്രീറ്റ്മെന്റ്, പക്ഷെ ഒരു കാരണവശാലും അവൻ തയ്യാറാവില്ല. അങ്ങനെ ആള് എന്താ പറയാ അഗ്രസീവ് ആവും. അപ്പൊ ഞാനും എന്റെ 2-3 കൂട്ടാളികളും കൂടി ആ വീട്ടിൽ പോയി ഞങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഇവൻ ഞങ്ങളുടെ ചെന്ത കാര്യം ഇങ്ങനെയുള്ള കാര്യം സംസാരിച്ച് അങ്ങനെ ഒരു ഓടി ഞങ്ങളെന്ത് ചെയ്ത് പാരന്റ് പറഞ്ഞു പോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ വരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മറഞ്ഞിരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അവൻ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 14 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു. നമുക്ക് ആള് റിലാക്സ്ഡ് ആയിട്ട് കണ്ടപ്പോൾ കൊണ്ടുവന്ന് കൗൺസിലിംഗ് ആരംഭിച്ച്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൂടെ നിൽക്കാനുള്ള ബൈസ്റ്റാൻഡർ വരെ നമ്മൾ കൊടുക്കുന്നു ചില രീതികളൊക്കെ ഉണ്ടാവും. ചില വീട്ടിൽ പാരന്റ്സിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ, ഫിനാൻഷ്യലി ഓക്കെ, അപ്പൊ നമ്മൾ ബൈസ്റ്റാൻഡർ വരെ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന നമ്മൾ 2-3-4 ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ നിർദ്ദേശിക്കും. ഞാൻ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നിർത്തി ആളെ പ്രാഥമിക ട്രീറ്റ്മെന്റ് എല്ലാം ആരംഭിച്ച് ആള് കൗൺസിലിംഗിന് വിധേയനാക്കേണ്ട സമയത്ത് കൗൺസിലിംഗ്. അത് കൗൺസിലിംഗ് കൊടുക്കുന്നത് പൂർണ്ണമായും രോഗം ഭേദമാകണമെങ്കിൽ പൂർണ്ണമായും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന മരുന്ന്, വിശ്രമം, ഭക്ഷണം അതുപോലെ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യകത നിനക്കുണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്തലാണ് അവിടെ നമ്മുടെ പരിപാടി. ചില ആളുകൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, നമ്മൾ പോകാറുണ്ട്, നമ്മളെ വീട്ടിൽ പോകാറുണ്ട്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്ത് പൂർണ്ണമായും ഡ്രഗ് അഡിക്ഷൻ ഭേദമാക്കി തിരിച്ച് വീട്ടിലോട്ട് നാട്ടിട്ടുണ്ട്. പരിപാടിക്ക് അതിനൊക്കെ നമുക്ക് വേണ്ടത് ധാരാളം ബന്ധങ്ങളാണ്. ഏത് ഡോക്ടർക്ക് പോകണം, ഇന്ന കേസിന് ആരാണ് നല്ലത്. അപ്പോ സൈക്കാട്രിയിലായാലും അഡിക്ഷൻ മേഖലയിലൊക്കെ ധാരാളം ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് ബന്ധം വേണം. എങ്കിലാണ് നമുക്ക് അത് കൊണ്ടുപോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളാളെ വണ്ടി കയറ്റി നമുക്ക് ആരെടുത്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങും വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ ചില ആളുകൾക്ക് കൂടിക്കാഴ്ച ഉണ്ടെങ്കിൽ ഒരു നൂറ് കൗൺസിലിങ്ങിനൊക്കെ തയ്യാറാണ്. ഹലോ, ആരാണ്? ഞാൻ ക്ലാസ്സിലാണ്. പേരെന്താണ്? അപ്പൊ കയറിക്കോളൂ. ചില ആളുകൾക്ക് ഇത് വരണം എന്നുള്ളൊരു പ്രേരണ കിട്ടാൻ അപ്പൊ നമ്മളൊരു പ്രേരണ കൊടുക്കും. അപ്പൊ കൗൺസിലിംഗിൽ ആദ്യ സ്റ്റെപ്പാണ് ഒരുക്കവും പ്രേരണയും എന്നുള്ളത്. ഒരുക്കവും പ്രേരണയും. കൗൺസിലിംഗിന് ഒരുങ്ങുക, ആളെ അതിന് പ്രേരിപ്പിക്കുക. സ്ഥലം ഒരുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ സെറ്റിംഗ്സ് ഓർക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയുന്നത് സ്വകാര്യതയാണ്. അതായത് കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിൽ സ്വകാര്യത വേണം. കൗൺസിലിംഗ് മുറി ഒതുങ്ങിയ സ്ഥലത്താണ്, തിരക്കുള്ളിടത്താകരുത് ഒരു കാരണവശാലും. സ്വകാര്യമായി തുറന്ന് സംസാരിക്കാനും വായും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. എപ്പോഴും റിങ് ചെയ്യുന്ന ഒരു ഫോണ് നമ്മുടെ കൗൺസിലിംഗ് റൂമിൽ ആവശ്യമില്ല. കൗൺസിലിംഗ് റൂമിനകത്ത് ക്യാമറ ആവശ്യമില്ല. കൗൺസിലിംഗ് റൂമിനകത്ത് TV ആവശ്യമില്ല.
എല്ലാവരും എപ്പോഴും ഓടിക്കയറുന്ന റൂമാകരുത്. എന്തിനാ വന്നത്, ആരാ വന്നത്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചറിയുന്ന കാര്യമില്ല. ക്ലയന്റിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും അയാൾ പറയുന്നത് റെക്കോർഡ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യരുത്. ഇതാണ് സ്വകാര്യതയുടെ ഏറ്റവും പ്രധാനം. ഇനി വിശ്വസ്തത. വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ക്ലയന്റ് പറയുന്നത് മറ്റാളുകൾ അറിയുകയില്ല എന്ന ആത്മവിശ്വാസമാണ്. അടുത്തതാണ് അയാൾ അഭിവാദ്യം ചെയ്യുന്ന രീതി. ക്ലയന്റിന് അർഹിക്കുന്ന സ്നേഹത്തോട് ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യണം. നമ്മളൊരു വിലയും കൽപ്പിക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ അവർക്ക് ആവശ്യമായ അവരർഹിക്കുന്ന ബഹുമാനം നമ്മൾ നൽകണം. അപ്പോ ക്ലയന്റ് സംഭാഷണം തുടങ്ങട്ടെ എന്ന് കാത്തിരിക്കരുത്. സംഭാഷണം നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കൗൺസിലിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഒരുങ്ങുക എന്നുള്ളതാണ്. അതിലാണ് റാപ്പോ ഒക്കെ വരുന്നത്. റാപ്പോ ബിൽഡ് ചെയ്യുമ്പോൾ അയാളെ സ്വീകരിക്കുന്ന രീതി, നമ്മൾ വിശ്വസ്തനാണെന്ന് അയാളെ ബോധ്യപ്പെടുന്ന രീതി. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞാനെന്തോ സംഭവമാണ്, ഞാനാരും മോൻ 5 PG 6 ഡിഗ്രി മറ്റേതൊന്നും മറിച്ചിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. നമ്മുടെ സംഭാഷണം നമ്മുടെ അവരോട് പെരുമാറുന്ന രീതിയിൽ നിന്ന് തന്നെ അവരത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഡോക്ടർ ബുസ്റ്റില്ലേ ഇതില് അറിയില്ല. കേൾക്കുന്നില്ല, ആളുണ്ടാവും കരുതി. സ്ഥാനാലി ഉണ്ടല്ലോ. ഓക്കെ, സാരമില്ല. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയഗ്നോസിസ്. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഈ ഡയഗ്നോസിസ് രോഗം കണ്ടെത്തലാണ്. എന്നാൽ കൗൺസിലിംഗിൽ ഇതിനെ സ്ഥിതി നിർണയം, അയാൾ ഇപ്പോൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിർണയിക്കലാണ്. ഇഷ്ടമുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് കൗൺസിലിംഗ്. ഡയഗ്നോസിസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം സബ് സ്കിൽസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയട്ടോ. പേടിക്കൊന്നും വേണ്ട. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ കൗൺസിലിംഗില് ക്ലയന്റിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത്. ലിസണിങ്ങില് നമ്മുടെ കണ്ണ്, കാത്, കൈ എല്ലാം ഇൻവോൾവ്ഡ് ആവും ലിസണിങ്. അല്ലെ?
എങ്ങനെയൊക്കെയാണ് നമ്മുടെ കണ്ണും കാതും കൈയൊക്കെ ഇൻവോൾവ് ഉണ്ടാവുക? പറയാൻ പറ്റും ആർക്കെങ്കിലും? നമ്മുടെ കണ്ണും കൈയും കാതും ഒക്കെ ഇൻവോൾവ് ആവണം സംഭാഷണം. ലിസണിങ് ആണ്, നമ്മുടെ ഹോൾ ബോഡി ലിസണിങ് ആണ്. നമ്മൾ ലിസൺ ചെയ്യുന്നിട്ട് ആളാകെ കുത്തിക്കുറിച്ച് നോക്കി ആളെ അങ്ങനെ ലിസൺ ചെയ്യണല്ലോ കേട്ടോ. ബൈ അവർ ഐസ് വി ഒബ്സർവ്, നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്യും their ബോഡി ലാംഗ്വേജ്. അവർ പറയാതെ പറയുന്നത്, അതാണ് ലിസണിങ്ങിലെ ഏറ്റവും പറയാതെ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ലിസണിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. ബൈ അവർ ഹാർട്ട്, നമ്മളവരെ മനസ്സിലാക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ബൈ അവർ മൗത്ത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാം? മോസ്റ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കണം. നമ്മളിങ്ങനെ ചറപറ സംസാരിച്ചുകൊണ്ടിരിക്കും. Let them talk about their problems. Let them talk. അവർ സംസാരിക്കാൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവർ സംസാരിക്കട്ടോ, ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനില്ലേ, അവർ പറയട്ടെ. പറഞ്ഞ് അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു തീർക്കട്ടെ. അതിന് വേണ്ടിയിട്ട് അവസരം കൊടുക്കണം. നമ്മൾ അവസരം കൊടുക്കുമ്പോഴാണ് അതെന്ത് പറയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പ്രവർത്തിക്കേണ്ടി വരും. അതിനൊക്കെ നോട്ടുകൾ ഞാൻ തരാട്ടോ. ഇതിനൊക്കെ നോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നെടുത്ത ഭാഗങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഇതൊക്കെ നോട്ടുകൾ ഞാൻ തരും. വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ പതുക്കെ അത് വായിച്ചു നോക്കുക, ഒഴിവ് സമയത്ത് വായിച്ചു നോക്കുക. ഇന്നും നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയങ്ങളുണ്ട്, അതെല്ലാം കേട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇവിടൊക്കെ ആദ്യ ദിവസം ആയതുകൊണ്ടാണ് ഞാൻ കുറേ കുത്തി നിറച്ച് തരാത്തത്. നമ്മുടെ ആംഗ്യം, നമ്മുടെ ഭാഷ, നമ്മുടെ ചോദ്യങ്ങൾ, മറുചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഉത്തരങ്ങൾ അവരെ വിധിക്കുന്ന അല്ലെ, ഒരു ജഡ്ജ്മെന്റൽ ഉത്തരം ആവരുത് ഒരു കാരണവശാലും. ജഡ്ജ്മെന്റൽ ആയി കഴിഞ്ഞാൽ അവരുടെ റിസൾട്ട് ഫെയിലിയർ ആവും. അതായത് നമ്മൾ പറയണോ, നല്ല സ്ത്രീകൾ ഇങ്ങനെ ചെയ്യില്ല, അപ്പോ ആ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ല സ്ത്രീ അല്ല എന്നൊരു വിദ്യ അവിടെ നൽകുന്നത്. ഇത്തരക്കാരോട് ആർക്കും ഇഷ്ടം തോന്നില്ല, അപ്പോ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരക്കാർക്ക് ഒരു കാരണവശാലും മനസമാധാനം കിട്ടില്ല. അതിനർത്ഥം എനിക്ക് മനസമാധാനത്തിന് അർഹനല്ല. അപ്പൊ നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾ, ഇതെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കും. അതിലാണ് ക്ലയന്റിന് എന്ത് ചെയ്യാൻ പറ്റുക, റിസൾട്ടായിട്ട് നമ്മൾക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ക്ലയന്റ് എന്ത് ചെയ്യും, ക്ലയന്റ് അൺഹാപ്പി ആവും. നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ടും ക്ലയന്റിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ആദ്യ ദിവസം ആയതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം. എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു സമയമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ മറ്റുള്ളവരുടെ ജോലി ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ്. നോട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. നോട്ട് ഞാൻ അയച്ചുതരാം. കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട നോട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിനനുസരിച്ച് നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടും. നോട്ട്സ്, ആവശ്യമായ നോട്ട്സ്, പരീക്ഷയെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴേ വ്യാകുലതപ്പെടേണ്ടതില്ല. പരീക്ഷയുടെ സമയമാകുമ്പോൾ വരും.